രോമാ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. രോമാ ടിവിയുടെ ചാനലിലൂടെ ഇതിനോടകം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതാനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുവാൻ കഴിയുന്നത് വളരെ സന്തോഷമുണ്ട്. ഈ ചാനലിലൂടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ശുശ്രൂഷയുടെയും വേറിട്ട അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന്, വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് ആരാലും അറിയപ്പെടാതെ കഴിയുന്ന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരുടെ മുൻപാകെ പരിചയപ്പെടുത്തൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ക്രൈസ്തവ ലോകത്തിനും കർത്താവിൽ പ്രസിദ്ധനുമായിരിക്കുന്നതുമായ കർത്താവിന് ബലപ്പെട്ട ദാസൻ പാസ്റ്റർ ഷാജി എം പോൾ അവറുകളാണ്. അദ്ദേഹത്തിന്റെ വചന ചിന്തകൾ എല്ലാ ദിവസവും അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും അനുഗ്രഹവും പകർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേൾക്കാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അരോമാ ടിവിയിലൂടെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു. ആകയാൽ ഈ സാക്ഷ്യം പ്രേക്ഷകർക്ക് വലിയ അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കർത്തദാസിന്റെ ഒത്തിരി അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുക, കേൾക്കുക. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഷാജി എം പോൾ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ ഞാനും സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രത്യേകാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തിൽ എനിക്കും അരോമാ ടീമിയോട് ചേർന്ന് കർത്താവിന്റെ സന്നിധാനത്തിൽ എന്നെ ദൈവമായ കർത്താവ് രക്ഷിച്ചതും നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കുന്ന അത്ഭുതകരമായ ദൈവിക വഴികളെ കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കാൻ, അരോമാ ടിവിയുടെ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ എനിക്ക് ദൈവമായ കർത്താവ് തരുന്ന ഈ നല്ല സന്ദർഭത്തിന് ഞാൻ ആദ്യമേ തന്നെ എൻ്റെ കർത്താവിന് ഒരുപാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇങ്ങനെ ഒരു സന്ദർഭം എനിക്ക് വേണ്ടി ഒരുക്കി തന്ന അരോമാ ടിവിയുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണിനോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയും നന്ദിയും കൂടി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ എൻ്റെ ഒരു ടെസ്റ്റ് മണി പറയാൻ വേണ്ടി, എൻ്റെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ഒരുങ്ങുന്നത്. എന്തുകൊണ്ടെന്നാൽ കുറേ നാളുകളായി ശുശ്രൂഷയുടെ വിവിധ തരത്തിലെ തിരക്കുകൾ കൊണ്ട് ഞാൻ ടെസ്റ്റ് മണിയിലേക്ക് സാധാരണ പ്രസംഗിക്കാനൊക്കെ ക്ഷണിക്കപ്പെടുമ്പോൾ ആളുകളുടെ പ്രതീക്ഷ ദൈവവചനമായിരിക്കയാൽ ടെസ്റ്റ് മണിയിലേക്ക് അങ്ങനെ ഞാൻ ഇറങ്ങി പോകാറില്ല. പക്ഷെ ഞാൻ ഒത്തിരി സംതൃപ്തിയോടെയാണ് ഇങ്ങനെ ഒരു അവസരം തന്നതുകൊണ്ട് എൻ്റെ പഴയകാല ഓർമ്മകളും ദൈവം നടത്തിയ വിധങ്ങളും പറയാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഞാൻ പറയുന്ന സാക്ഷ്യം എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹമാകട്ടെ. എന്നെ നടത്തിയ ദൈവം ആരെങ്കിലും ആശങ്കയിലും പ്രയാസത്തിലും കഷ്ടങ്ങളിലും ഒക്കെ ആണെങ്കിൽ, എൻ്റെ സാഹചര്യങ്ങളിലൂടെ എനിക്ക് തത്തുല്യമായ അന്നത്തെ നിലവാരത്തിലൂടെ ഒക്കെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കേൾവിയും ശ്രദ്ധയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ അനുഭവത്തിലേക്കും സാക്ഷ്യത്തിലേക്കും പ്രാർത്ഥനയോടുകൂടെ കിടക്കുകയാണ്. എൻ്റെ പേര് ഷാജി എം പോൾ എന്നാണ്. എൻ്റെ സ്വദേശം എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയാണ്. ഒരു യാഥാസ്ഥിതിക ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള വെണ്ണിക്കുളത്താണ്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ 25 പരം വർഷങ്ങളായി ഞാൻ ഇവിടെ എൻ്റെ ജന്മനാട് വിട്ട് ഈ ദേശത്തേക്ക് ദൈവിക വേലയ്ക്ക് വേണ്ടി വരാൻ ദൈവമായ കർത്താവ് എനിക്ക് മുഖാന്തരം ഒരുക്കി. ആ ഒരു ആത്മപ്രേരണയിൽ ഞാൻ ഈ നാട്ടിൽ വന്ന് എൻ്റെ യേശുവിനെ ഉയർത്താനും എൻ്റെ സാക്ഷ്യം പങ്കുവെക്കാനും ദൈവം എനിക്ക് തന്ന ശുശ്രൂഷകൾ നിർവഹിപ്പാനും ഇടയായതുകൊണ്ട് 25 വർഷമായി ഞാനിവിടെ ഗോസ്പൽ സെന്റർ ചർച്ച് എന്നൊരു ചർച്ചിന്റെ പാസ്റ്റർ കൂടെയാണ്. എനിക്ക് വൈഫുണ്ട് സുജ, എനിക്ക് 3 മക്കളാണ്. ഞാൻ ആ കാര്യങ്ങളിലേക്ക് പുറകെ സന്ദർഭോചിതമായിട്ട് വരേണ്ട സമയത്ത് ഓർപ്പിക്കാം. എന്നാൽ ഞാൻ അത് അടുക്കും ചിട്ടയായിട്ട് നിങ്ങളെ ഓർപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കാൻ എന്നോട് പുറകോട്ട് പോയിട്ട് ആ വിധത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ സാക്ഷ്യത്തിലേക്ക് ഞാൻ തിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യഥാസ്ഥിതിക ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഓർമ്മയ്ക്കുമ്പോൾ എൻ്റെ അപ്പനും അമ്മയൊക്കെ വളരെ ഭക്തരാണ്. അപ്പോൾ തന്നെ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഭക്തിയൊക്കെ ഹൃദയത്തിനകത്തുണ്ടെങ്കിലും ഞങ്ങളുടെ നാടിൻ്റെതായിരിക്കുന്ന കുറെ നിലവാരങ്ങൾ എന്ന് പറഞ്ഞാൽ
എൻ്റെ ഓർമ്മയിൽ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ അപ്പനും അമ്മയും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതൊന്നും ഒരു തെറ്റായിട്ടോ ഒന്നും തോന്നപ്പെട്ടൊരു കാലമല്ല അന്ന്. ഇന്നത്തെ സ്ഥിതികൾക്ക് മാറ്റം കണ്ടേക്കാം. ആ ഒരു നിലവാരത്തിൽ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരു വലിയ ഗുരുതരമായ തെറ്റായിട്ടോ പാവമായിട്ടൊന്നും ആർക്കും തോന്നപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പശ്ചാത്തലമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ പിതാവ് ഓർമ്മ വെച്ച് വരുമ്പോൾ കഠിനാധ്വാനിയായിരുന്നു. എൻ്റെ ഓർമ്മയിൽ തന്നെ ഞാൻ ഈ കർത്തൃദാസനൊക്കെ അതിന് ശേഷം ആളുകളെ ഉപദേശിക്കുകയും അവരുടെ കഷ്ടങ്ങളിൽ എൻ്റെ അനുഭവമൊക്കെ ചേർത്ത് വെച്ച് പറയേണ്ടി വരുമ്പോൾ ഞാൻ പല കുഞ്ഞുങ്ങളെയും എൻ്റെ പ്രായക്കാരായിരിക്കുന്ന അന്നത്തെ എൻ്റെ പ്രായക്കാരായിരുന്ന യൗവനക്കാരെയൊക്കെ ഞാൻ ഓർപ്പിച്ചുണർന്നുമ്പോൾ പറയാറുണ്ട്, വളരെ കഠിനാധ്വാനിയായിരിക്കുന്ന എൻ്റെ പിതാവ്. എൻ്റെ ഓർമ്മയിൽ ഒരു 16 കൂട്ടം തൊഴിലുകൾ, ഞാൻ 1, 2 അക്കമിട്ട് പറഞ്ഞാൽ ഒന്നിനു പുറകെ ഒന്നായി രക്ഷപ്പെടാൻ വേണ്ടി. എനിക്കൊരു സഹോദരനാണ് ഉള്ളത്. നിങ്ങൾ പലരും അറിയായിരിക്കും, പാസ്റ്റർ അജി എമ്പോൾ. ഞങ്ങളെ രണ്ടുപേരും വളർത്താനും ജീവിതത്തിൽ മറ്റാരെ ആശ്രയിക്കാതെ ജീവിച്ചു പോകാനും വേണ്ടി എൻ്റെ അപ്പൻ മാത്രമല്ല എൻ്റെ അമ്മയും രണ്ടുപേരും കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് ഒരല്പ സ്ഥലമുള്ളതിനാൽ കൂലിപ്പണിയൊക്കെ ആയിരുന്നു. എൻ്റെ അപ്പന് വലിയ ജോലിക്കാരനൊന്നും അല്ലായിരുന്നു എൻ്റെ ഓർമ്മയിൽ. പക്ഷെ പകൽവേളകളിൽ മറ്റ് ആളുകൾക്ക് വേണ്ടി അവർ വിളിക്കുന്ന ജോലികൾക്കൊക്കെ, അത് വെയിലാണെങ്കിലും മഴയാണെങ്കിലൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് ഞങ്ങൾക്കുള്ള പുരയിടത്തിനകത്ത് രാത്രി മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച എൻ്റെ അപ്പനും അമ്മയും കൂടെ, അല്ലെങ്കിൽ മണ്ണെണ്ണ ചുറ്റിയ പന്തം പോലെ കൊളുത്തി വെച്ച് പറമ്പ് കടച്ച് കൃഷി ഇറക്കി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, എൻ്റെ അമ്മ കോഴി ആടും പശുവൊക്കെ വളർത്തി, ഇങ്ങനെ എല്ലാവിധത്തിലും ഒരു വരുമാനത്തിന്റെ വഴികൾക്ക് വേണ്ടി വളരെ അധ്വാനിക്കുന്ന അപ്പന്റെ അമ്മയുടെയും ഒരു ചിത്രം എൻ്റെ കുഞ്ഞുനാളിലെ ഓർമ്മയിലുണ്ട്. അവരെ കണ്ടുകൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ വളർന്നത്. ഞാൻ പറഞ്ഞല്ലോ 16ഓളം കൂട്ടം തൊഴിലുകളാണ് ചെയ്തു പോരുന്നത്. എനിക്കൊരു 8 or 9 വയസ്സ് പ്രായം, 10 വയസ്സിലേക്ക് എത്തുന്ന സമയമാകുമ്പോഴേക്കും ഞാനൊരു മലയാള സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചു വരികയാണ്. ആ സമയത്ത് 4 or 5 പഠിക്കുന്ന പ്രായം. ആ സമയത്ത് എൻ്റെ ഓർമ്മയിൽ പറഞ്ഞല്ലോ 10-16 കൂട്ടം തൊഴിലുകളിൽ എൻ്റെ ഓർമ്മയിലെ 16ാമത്തെ തൊഴിൽ എൻ്റെ അപ്പനൊരു ചായക്കട നടത്തുമായിരുന്നു. ഒരു പുറമ്പോക്ക് പുരയിടത്തിൽ കുടപ്പനയോന കൊണ്ട് കെട്ടിമേഞ്ഞ് അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സംരംഭം കെട്ടി ഉയർത്തി. ഒരു ജോലിക്കാരനെ വെച്ച് ആ കാലഘട്ടത്തിൽ ജോലി ചെയ്താൽ ശമ്പളം കൊടുക്കുമ്പോൾ കടയിൽ മുമ്പോട്ട് പോക്ക് ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ ഞങ്ങളെല്ലാവരും കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അന്ന് എനിക്ക് പ്രായം അത്രയേ ഉള്ളൂ. എങ്കിലും വളരെ അധ്വാനിക്കുന്ന മാതാപിതാക്കളുടെ കൂടെ ആ പ്രായത്തിൽ എനിക്കോടെ ഈ ചായക്കടയോടുള്ള ബന്ധത്തിൽ ഇടപെടേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ രാവിലെ എഴുന്നേക്കേണ്ടി വരുന്ന കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4 or 5 കിലോമീറ്റർ, 3-4 കിലോമീറ്ററുകൾ ദൂരത്തിലാണ് ഈ ചായക്കട നടത്തുന്നത്. വൈകുന്നേരം വീട്ടിൽ വന്നാണ് ഉറങ്ങുന്നത്. ആ സമയത്ത് രാവിലെ എൻ്റെ അമ്മയും ഞാനും കൂടിയാണ്, മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും എന്താണെങ്കിലും പ്രഭാതത്തിൽ ഈ 4 കിലോമീറ്റർ വിറകും പിന്നെ ചായക്കടയിലേക്കുള്ള അരിപ്പൊടിയോ മറ്റു സാധനങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരുടെ തലയിൽ ചുമന്നുകൊണ്ട്, അന്ന് ഈ പറഞ്ഞ പോലെ 10 or 11 വയസ്സിൽ താഴെയുള്ള ഞാൻ 4 കിലോമീറ്റർ പ്രഭാതത്തിൽ 4-4:30 ആകുമ്പോഴത്തേക്കും നടന്ന് അവിടെ ചെന്ന് ആദ്യത്തെ ഈ കടയുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അപ്പം പുറകെ വരും. എന്നിട്ട് തിടുക്കത്തിൽ ആളുകൾ വരാൻ തുടങ്ങുമ്പോൾ അവരോട് കൂടെ നിന്ന് ഒരു ചായക്കടയിലെ സപ്ലയർ എന്ന് കൂട്ടിക്കും. എനിക്കത് പറയുന്നതിൽ ലജ്ജയില്ല. അവര് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ആ പ്രായത്തിൽ ചെയ്യുമായിരുന്നു. 9 മണി 9:30-ക്കുള്ളിൽ സ്കൂളിൽ പോകാനുള്ള തിടുക്കത്തിൽ വേഗത്തിൽ ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് സ്കൂളിൽ പോകുമായിരുന്നു. വൈകുന്നേരം 4 മണിക്ക് വന്നതിന് ശേഷം വീണ്ടും ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പോഴത്തേക്ക് അമ്മ എൻ്റെ അനിയനും കൂടി വീട്ടിലേക്ക് ചെല്ലും. അവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിക്കും. ഞാനും എൻ്റെ അപ്പനും കൂടി കടയിൽ നിൽക്കും. കട അടയ്ക്കുന്നത് ഒരു 9 മണിക്ക് ശേഷമാണ്. അടച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും നടന്ന് വീട്ടിൽ ചെല്ലും. അപ്പൊ ഒരു 11 മണിയാവും. പിന്നെ കുളിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ കുളിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കിടക്കും. അപ്പോ ഒരു 11 മണിക്ക് കിടന്നിട്ട് 4 മണിക്ക് എഴുന്നേക്കേണ്ട ഒരു സ്ഥിതി 10 വയസ്സോ 10.5 വയസ്സോ പ്രായമുള്ള വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ദീർഘകാലങ്ങൾ അതെന്റെ ജീവിതത്തെ വല്ലാതെ ഒലച്ച, ജീവിതത്തെ നരകതുല്യമാണെന്ന് തോന്നിപ്പിച്ച ഒരു സാഹചര്യം അവിടെ നിന്ന് ആരംഭിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കുറെ നാളുകൾ മുന്നോട്ട് പോയി. അതും എൻ്റെ പിതാവിന് എന്തുകൊണ്ടോ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ഞങ്ങൾ വിചാരിക്കും മിക്കവാറും ഞങ്ങൾ രാജാക്കന്മാരാകുമെന്ന്. പക്ഷെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എവിടെ നിന്നോ വരുന്ന കൊടുങ്കാറ്റ് പോലത്തെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും തകർക്കാൻ തുടങ്ങി. ഈ സംരംഭത്തെ അതുപോലെ തന്നെയായി, കടമായി, പലിശക്കെടുത്തു, നിരാശയായി. ആ സമയത്താണ് എൻ്റെ പിതാവ് മദ്യപാനത്തിലേക്ക്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കള്ളുകൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും
ഒരു സ്വസ്ഥത എന്ന പ്രതീക്ഷയോടുകൂടെ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ ചെയ്തിട്ടും പിടിച്ചു കയറാൻ പറ്റത്തില്ല എന്നൊരു മനോബോധം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ട് അദ്ദേഹം ഒരു സ്ഥിര മദ്യപാനിയായി മാറി. അന്ന് നമ്മുടെ നാട്ടിൽ ചാരായമുള്ള സമയമാണ്. കൂടുതലും അദ്ദേഹം അതാ കുടിക്കുന്നത്. ചെറിയ ഒരു തുടക്കമായിരുന്നു. പിന്നെ വളരെ വേഗത്തിൽ അത് ഒരു അപകടത്തിലേക്ക് മാറി. അഡിക്റ്റ് ആകുക എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ എത്തി. അത്രയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനിടയിൽ എന്റെ വിദ്യാഭ്യാസത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സമയത്ത് അവിടെ വന്ന് 9 ആകുമ്പോഴത്തേക്കും ഒരു ചോറ്റുപാത്രം തയ്യാറാക്കി പുസ്തകം എടുത്തുകൊണ്ട് സ്കൂളിൽ ചെന്നാലും പറയത്തക്ക രീതിയിൽ ഒരു പരീക്ഷകളിൽ ഞാൻ ജയിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ എത്ര ക്ലാസ് വരെ പഠിച്ചു എന്ന് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പറയാൻ സൗകര്യം കിട്ടാം, കാരണം അതിപ്പം പറയണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഒരു പരീക്ഷകളും ജയിച്ചിട്ടില്ല. പിന്നെ ഓൾ പ്രൊമോഷനൊക്കെ ഉള്ളതിന്റെ പേരിൽ മലയാള സ്കൂൾ അത്രയും വരെ എത്തി. പിന്നെ സ്ഥിരം ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതും പഠനത്തിൽ പരാജയമൊക്കെ അതിന്റെ പേരിൽ അധ്യാപകർക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ നിങ്ങൾക്കറിയാലോ, ആ കാലഘട്ടത്തിൽ മറ്റൊരു മുഖച്ഛായയായിരിക്കും സ്കൂളിൽ. അതുകൊണ്ട് മനസ്സ് മടുത്തു. അങ്ങനെ പിന്നെ മുന്നോട്ട് പോക്കിനെ അനിശ്ചിതത്വമായി. ഇതിനിടയിൽ സാമ്പത്തിക ഞെരുക്കം കൊണ്ടും മദ്യപാനം കൊണ്ടുമെല്ലാം ചായക്കടയെ നന്നായി ബാധിച്ചു. അവിടെ അത് സ്റ്റോപ്പായി. അതോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റുകയാണ്. ഇപ്പൊ ഞങ്ങൾ വഴിമുട്ടുകയാണ്. ഞാൻ എങ്ങും എത്തിയിട്ടില്ല. എനിക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ എന്തായി തീരുമെന്നറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോയി. കുറച്ചുകൂടെ പല കാര്യങ്ങളിലൊക്കെ എൻ്റെ പിതാവ് ഇടപെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ എന്തെങ്കിലും കൈത്തൊഴിൽ പഠിച്ച് രക്ഷപ്പെടണമെന്നൊരാഗ്രഹം എൻ്റെ അപ്പനുള്ളതിന്റെ പേരിൽ ആ ഒരു നിലവാരത്തിലേക്ക് എന്നെ തിരിച്ചുവിട്ടു. ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലേക്ക് എത്തി. ഞാൻ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ പിതാവ് മറുഭാഗത്ത് പലവിധ തൊഴിലുകൾ ചെയ്യും, പക്ഷേ വീടിനോടുള്ള ആത്മാർത്ഥത നഷ്ടപ്പെട്ടു. എൻ്റെ അപ്പനും അമ്മയും ഇതിനിടയിൽ ഞാനിപ്പോൾ ഒരുപക്ഷെ എൻ്റെ പിതാവിൻ്റെ കുടുംബക്കാരുള്ള ബന്ധത്തിലും എൻ്റെ അമ്മയുടെ കുടുംബക്കാരുടെ ബന്ധത്തിലും അവരുടെ ബിസിനസ്സുകളെ കുറിച്ചും എൻ്റെ ബ്രാൻഡ് നെയിമിനെ കുറിച്ചൊക്കെ ഞാൻ ഈ മീഡിയയിൽ പറഞ്ഞാൽ നിങ്ങൾ പലരും അറിയും. അത്രയ്ക്ക് അന്നത്തെ കാലത്ത് മുതൽ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് വന്നത്. എന്തുകൊണ്ടോ ഞങ്ങൾ ഇപ്പോൾ തിരിച്ചു പറയും, കർത്താവിന് വേണ്ടി ഞങ്ങളെ ഈ രീതിയിൽ കിട്ടേണ്ടതിന് അന്ന് ഞങ്ങളെ ഒരുപാട് കൂരിരുൾ താഴ്വരയിലൂടെ ദൈവം നടത്തി. അതല്ലെങ്കിൽ ആ സ്റ്റാറ്റസിൽ ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളിൽ പലരും അറിയുന്ന ഒരു ഷാജി പാസ്റ്റർ ഒരു പക്ഷേ അജി പാസ്റ്റർ ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ അതിന്റെ കഠിനമായ പ്രയത്നത്തിൽ കൂടെ കടന്നുപോയി. ഞാൻ നിങ്ങളോട് പറയാം, ഇതിനിടയിൽ ഒരു കർത്തൃദാസൻ എന്ന നിലയ്ക്ക് നമുക്ക് ഉത്തരം കിട്ടാത്ത, പിടികിട്ടാത്ത നഷ്ടത്തിന്മേൽ നഷ്ടം, കഷ്ടത്തിന്മേൽ കഷ്ടമായി പരമാർത്ഥ ഹൃദയത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നാൽ അതിന്റെ പുറകിൽ ദൈവത്തിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഇതെന്റെ അനുഭവമാണ്. അതുകൊണ്ട് എല്ലാ കഷ്ടങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജന്മദോഷം കൊണ്ടോ ശാപം കൊണ്ടൊന്നും ആയിരിക്കുകയല്ല. നമ്മളെ ദൈവത്തിന് കിട്ടാൻ ചിലപ്പോൾ എല്ലാരെയും നമ്മളിൽ നിന്ന് അകറ്റിയേക്കാം, എല്ലാ വഴികളും അടച്ചേക്കാം. ഒരുപാട് ഡാമേജ് ആയ പടുകുഴിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു നിലവാരത്തിലാണ് ഞങ്ങൾ രക്ഷയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പൊ ഒരു 3-4 വർഷം കൂടി പിന്നിട്ടു എന്ന് വിചാരിച്ചു. ഇതിനിടയിൽ ഞാൻ ചില കാര്യങ്ങളിലൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ അപ്പൻ അന്ന് ഒരു മാർക്കറ്റിൽ ബിസിനസ്സുകാരനായി ഒരു ചെറിയ എന്തെങ്കിലും ഉപജീവനത്തിനുള്ള ബിസിനസ്സുകാരനായിട്ട് ജീവിച്ച് പോരുന്ന കാലഘട്ടത്തിൽ അന്നേരം അദ്ദേഹം മദ്യപാനിയാണ്. ആ സമയമായപ്പോഴത്തേക്കും എൻ്റെ അപ്പന് രാവിലെ ഒരു 5 മണിക്ക് ഉണരുമ്പോൾ മദ്യം കിട്ടിയില്ലെങ്കിൽ കൈവിറയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. ഇതിനിടയിൽ എൻ്റെ അമ്മ ഭയങ്കര നിരാശയായി. ആദ്യമൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ എല്ലാവർക്കും ഒക്കെ ഇതുള്ളത് കൊണ്ട് കഠിനാധ്വാനിയായി അദ്ദേഹം ഉറക്കം വരാൻ വേണ്ടി ഒന്ന് കഴിച്ചോട്ടെ എന്നൊരു അനുവാദം അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷെ അത് ഒരു ഗുരുതരമായ അപകടത്തിലേക്ക് എത്തി. മദ്യമില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാതെയായി. അത് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് എത്തി. ആ ലഹരിയിൽ മാത്രം ജീവിക്കുന്ന സ്ഥിതി എത്തി. ഞങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടെന്നറിയാം, പക്ഷെ അത്ര കരുതലുകളില്ലാതെയായി. ഇതിനിടയിൽ ശാരീരികമായ പലവിധ രോഗങ്ങൾ എൻ്റെ അമ്മയ്ക്ക് നേരിട്ടു. എല്ലാം കൊണ്ട് ഒരു നരകതുല്യം. ഓലമേഞ്ഞ വീടാണെന്ന് ഞങ്ങളുടേത്. ഞങ്ങളുടെ മാത്രമല്ല, ആ കാലഘട്ടം ഞങ്ങളുടെ നാട്ടിൽ പലർക്കും ഉണ്ടായിരുന്നു. അതിനകത്ത് കഴിഞ്ഞു കൂടുകയാണ്. അങ്ങനെ കഴിയുന്ന സമയത്താണ് എൻ്റെ അപ്പൻ ഈ മാർക്കറ്റിലെ ബിസിനസ്സുകാരനായിരിക്കുന്ന പിറവത്താണ്, പിറവൻ ചന്തയിലെ കച്ചവടക്കാരനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ അവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹം അന്ന്
കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു കൂട്ടത്തിൽ ആരാധനയ്ക്ക് പോകുന്ന ആളായിരുന്നു. അപ്പൊ എന്റെ അപ്പനെ എപ്പോഴും മധ്യത്തിൽ തന്നെ കണ്ട അദ്ദേഹം എന്റെ അപ്പനെ ഉപദേശിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ എന്റെ അപ്പൻ പറഞ്ഞു, ദൈവത്തെക്കുറിച്ച് എന്നോട് പറയണ്ട, കാരണം ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇതിനിടയിൽ എന്റെ അപ്പൻ ഹൈന്ദവ മുസ്ലിം ക്രിസ്ത്യൻ മാർഗത്തിൽ എവിടെയൊക്കെ ഒരു മോക്ഷം, ഒരു രക്ഷ കിട്ടുമോ, മന്ത്രവാദം, മഷിനോട്ടം, ഇതിനകത്ത് എല്ലാത്തിനും പോയിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. പ്രസിദ്ധമായ പല മനകളിലും രാത്രി ഞങ്ങളെ കൊണ്ടുപോയി ഹോമങ്ങൾ നടത്തിയിട്ടുണ്ട്, ഞങ്ങളെ ഇരുത്തിക്കൊണ്ട്. എനിക്കൊന്ന് പേടിയായിരുന്നു, കാരണം അന്ന് ഇന്നത്തെ പോലത്തെ സോഷ്യൽ മീഡിയ ഇല്ല, ടെലിവിഷനും വളരെ ഇല്ല, അപൂർവം തന്നെ. അന്ന് കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ചില പ്രസിദ്ധീകരണങ്ങൾ, മനോരാജ്യം, മംഗളം തുടങ്ങിയ, അതിനകത്ത് ഫീച്ചറുകൾ വരും. നരബലി നടത്തിയതും കുഞ്ഞുങ്ങളെ ഗുരുതി കൊടുത്തതൊക്കെ, ഇതൊക്കെ വായിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ ഈ മന്ത്രവാദത്തിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ മനസ്സിനകത്ത് ഒരു ആശങ്കയായിരുന്നു, ഒരു പക്ഷേ ഈ വാർത്തകളും ഈ ഫീച്ചറൊക്കെ വായിക്കുന്നത് കൊണ്ട് ഞങ്ങളിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ ഒരുപക്ഷെ ഇവര് ആരുടെയെങ്കിലും സമ്മർദ്ദം കൊണ്ട് ഗുരുതി കൊടുക്കുമോ എന്നൊരു ചിന്ത ഇതിന് മുമ്പിൽ പോയിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. മഹാദൈവത്തിന്റെ കരുണ കൊണ്ട് ഇന്നത്തെ സ്ഥിതിയിൽ ഇങ്ങനെയൊരു നിലവാരത്തിൽ ദൈവം കണ്ടിരുന്നത് കൊണ്ട് അങ്ങനത്തെ ദുർബുദ്ധിയൊന്നും അന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് തോന്നിയില്ല. അവർക്ക് അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ സംഭവിക്കാൻ പാടില്ലായെങ്കിൽ ഇതൊക്കെ ഒരു പൈശാചിക നീക്കമല്ലേ ഇതിന്റെ പുറകിൽ നടക്കുന്നത്. പക്ഷെ കൃപയാൽ ഞങ്ങൾക്ക് പകരം മറ്റെന്തെങ്കിലും പക്ഷിയോ കോഴിയൊക്കെ കൊല്ലപ്പെടും, അതിന്റെ രക്തം കൊണ്ട് മറ്റു പല കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളുടെ അപ്പനോട് കുറെ കാര്യങ്ങൾ പറയാം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ അതിലേക്ക് അധികം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ മനുഷ്യൻ എൻ്റെ അപ്പനോട് പറയാൻ തുടങ്ങി. എങ്കിലും ആ മനുഷ്യൻ പിന്നീട് ഒരിക്കൽ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ 25ാം വാർഷികം, ഞാൻ ഈ വെണ്ണിക്കുളത്ത് ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് വന്നതിന് ശേഷം ഒരു സ്തോത്ര പ്രാർത്ഥനയാണ് ക്രമീകരിച്ചപ്പോൾ ഞങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ച അദ്ദേഹത്തെ, അന്ന് നല്ല വയോധികനാണെങ്കിലും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ സഭാമധ്യത്തിൽ അദ്ദേഹത്തെ കൊണ്ട് ഒരു സാക്ഷ്യം പറയിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇന്നെന്നവണ്ണം ഞാൻ ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ എങ്ങനെയാണ്, എൻ്റെ അപ്പന്റെ പേര് പൈലി എന്നാണ്. പൈലിയെ കർത്താവിന് വേണ്ടി നേടണമെന്ന് അദ്ദേഹം ഒരു സുവിശേഷകനല്ല, ഒരു പാസ്റ്റർ അല്ല, ഒരു ചന്തയിലെ കച്ചവടക്കാരനായി വിശ്വാസിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, എന്നോട് ദൈവം പറഞ്ഞു പൈലിയെ നീ നേടണം ദൈവത്തിന് വേണ്ടി. അതുകൊണ്ട് ഇവൻ എന്നെ തെറി പറഞ്ഞാലും ചീത്ത വിളിച്ചാലും, ഞാൻ പ്രായമുള്ള മനുഷ്യനാ, ഞാനത് വകവെക്കാതെ പിന്നെ അവന്റെ പുറകെ പോകുമായിരുന്നു, അവൻ തിരസ്കരിക്കുമായിരുന്നു. ഞാനത് പറയുമ്പോഴും ഓർക്കുകയാണ്, ദൈവം ഒരു പ്രവാചകനെയോ കർത്തൃദാസനെയോ മാത്രമല്ല ആത്മാക്കളെ നേടാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളെയും ചിലരെ ദൈവം ഏൽപ്പിക്കും. ആ മനുഷ്യന് നിത്യതയിൽ വിശ്രമിക്കുന്നു ബഹുമാന്യ പിതാവ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്നെ പലപ്പോഴും ഞാൻ ഒരു കർത്തൃദാസൻ എന്ന നിലയ്ക്ക്, ആത്മദാഹമുള്ള ആത്മാക്കളെ നേടുന്ന ദൈവദാസൻ എന്ന നിലയ്ക്ക് എന്റെ ഹൃദയത്തിൽ മറക്കാതെ കിടക്കും. എന്നെ ദൈവം ഏൽപ്പിച്ചു. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാം, നിങ്ങളുടെ മക്കളെ ദൈവം നിങ്ങളെ ഏൽപ്പിക്കട്ടെ, നിങ്ങളുടെ ചാർച്ചക്കാരെ ഏൽപ്പിക്കട്ടെ. ദൈവം അതിന്റെ മുഖാന്തരങ്ങൾ ഒരുക്കും. ഒരു ദിവസം അവരുൾപ്പെട്ടു നിൽക്കുന്ന സഭാ സമൂഹത്തിന്റെ ഒരു സ്നാന ശുശ്രൂഷ നടക്കുകയാണ് പിറവത്തോടെ ഒഴുകുന്ന മൂവാറ്റുപുഴയാറിൽ. ആ സമയത്ത് ഇന്നത്തെ പോലെ രഹസ്യത്തിലോ അല്ലെങ്കിൽ ചർച്ച കോമ്പൗണ്ടിൽ തന്നെ കുളം ഉണ്ടാക്കി അവിടെയൊന്നും അല്ല, ആറ്റിൽ കൊണ്ടുപോയി തമ്പേരടിച്ച് പാട്ടുപാടി എല്ലാവരും കൂടി ജാഥയായി പോയി പരസ്യമായി സാക്ഷിയായിട്ടാണ് സ്നാനം നടക്കുന്നത്. അങ്ങനെ സ്നാനത്തിന് ഉച്ചയ്ക്ക് ശേഷം ചന്ത പിരിഞ്ഞ് ഒരു 3 മണിക്ക് ശേഷം ഇവര് പാട്ടുപാടി പോകുമ്പോൾ എൻ്റെ അപ്പൻ കള്ളു കുടിച്ച് ലഹരി മൂത്ത് പിറവത്തുള്ള ഒരു കുരിശിന്റെ ചോട്ടിൽ, ഞങ്ങളുടെ നാട്ടിലേക്കുള്ള ബസ് വരാൻ കുറേയും കൂടി താമസമുണ്ട്, അത് കാത്ത് ആ കുരിശിന്റെ ചോട്ടിൽ ഇരിക്കുമ്പോൾ എൻ്റെ അപ്പനോട് ഈ പറയുന്ന അദ്ദേഹം വന്ന് പറഞ്ഞിട്ട് ഒരു സ്നാനം നടക്കുന്നുണ്ട്, നീ ഒന്ന് വന്ന് കാണാൻ. പെന്തക്കോസ്തുകാരുടെ സ്നാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ അത്രയും പരസ്യമായിട്ട് അങ്ങനെ നടന്നിട്ടില്ല. പല പല രീതിയിലാണ് കേട്ടിരിക്കുന്നത്. ചിലരൊക്കെ പറഞ്ഞ് കേട്ടിരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന്റെ ആഘാതം അനുസരിച്ചിട്ടാണ് ഈ വെള്ളത്തിൽ മുക്കി പിടിക്കുന്നത്. അധികം പാപം ചെയ്തവന് അധികം നേരം മുക്കി പിടിക്കും, കുറച്ച് പാപം ചെയ്തവന് അങ്ങനെയൊക്കെ നാട്ടിൽ കേട്ടിരിക്കുന്നു. സ്നാനത്തെക്കുറിച്ചൊക്കെ എന്തെല്ലാം കഥകൾ അന്നും ഇന്നും പരക്കുന്നു. അപ്പൊ ഇതൊക്കെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് കള്ളാണെങ്കിലും സ്നാനം കാണാൻ വേണ്ടി ആറ്റുതീരത്തേക്ക് ചെല്ലുമ്പോൾ, അന്ന് അവിടെ സ്നാനമൊന്നും മറ്റു രീതിയിൽ നടന്നിട്ടില്ലാത്തതുകൊണ്ട്, ആ നാട്ടിൽ അപൂർവങ്ങളിൽ അപൂർവമായതുകൊണ്ട് കടകമ്പോളങ്ങൾ പോലും അടച്ച ആളുകൾ സ്നാനം കാണാൻ ആറ്റുതീരത്തെത്തി. ഒരു വലിയ സമൂഹം അവിടെ ആറ്റുതീരത്ത് കൂടിയിട്ടുണ്ട്.
ഇത്ര ആളുകളെ മുമ്പിൽ കിട്ടിയപ്പോൾ ആ കർത്തൃദാസൻ, സ്നാനപ്പെടുത്താൻ ദൈവം നിയോഗിച്ച കർത്തൃദാസൻ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് മോളിൽ നിൽക്കുന്ന ജനങ്ങളോട് എന്താണ് സ്നാനം, സ്നാനം എന്തിനാണ്, സ്നാനം ആർക്കാണ്, ഈ വക കാര്യങ്ങളെല്ലാം പ്രഭാഷണ രീതിയിൽ പറഞ്ഞെന്നാണ് പിന്നീട് പലവട്ടം എൻ്റെ അപ്പൻ സാക്ഷ്യം പറഞ്ഞ സമയത്ത് കേട്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഓർപ്പിച്ചതിന് ശേഷം വെള്ളത്തിൽ നിന്നുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി മോളിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ആ കർത്തൃദാസൻ പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ പല കമന്റും പറഞ്ഞൊക്കെ ചിരിക്കുകയാണ്. ആ സമയത്ത് ലഹരിയിൽ, മദ്യലഹരിയിലായിരുന്ന എൻ്റെ അപ്പന്റെ മദ്യലഹരി വിട്ടിട്ട് സുബോധം വന്നു. പെട്ടെന്ന് എൻ്റെ പിതാവ് അവിടെ നിന്ന് കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നതെന്ന് എൻ്റെ അപ്പനും അറിയില്ലെന്ന അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിലൂടെ പിന്നെ ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ കരയാൻ തുടങ്ങി. അടുത്ത് നിൽക്കുന്നവരെല്ലാം തിക്കും തിരക്കും ഉണ്ടാക്കി കളി പറഞ്ഞ് ചിരിക്കുമ്പോൾ എൻ്റെ അപ്പൻ മാത്രം സ്നാനക്കുളത്തിന്റെ അല്ലെങ്കിൽ ആറിന്റെ തീരത്ത് നിന്ന് കരയുന്നത് യുക്തിയല്ലല്ലോ. ഒതുക്കാൻ പിടിക്കാൻ നോക്കിയിട്ട് വിങ്ങി വിങ്ങി പൊട്ടുക. അതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാതെ തോളിൽ കിടന്ന തോർത്തുകൊണ്ട് കണ്ണീര് തുടച്ചിട്ട് കുറച്ചപ്പുറം ഒരു ബദാം മരത്തിന്റെ ചോട്ടിൽ പോയി നിന്നു. അപ്പോഴേക്കും സ്നാനം തുടങ്ങി. സ്നാനം കഴിഞ്ഞു. ആളുകളെല്ലാം പൂക്കുവിളിയോടും ഒക്കെ പിരിഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് വസ്ത്രമെല്ലാം മാറി വീട്ടും പാട്ടോടെ സ്നാനപ്പെടുത്തിയ ആളുകളെ കൊണ്ട് ഇവര് തിരിച്ചു പോകുമ്പോൾ എൻ്റെ അപ്പൻ കുരിശിൻ ചോട്ടിൽ മദ്യപിച്ചിരുന്ന മനുഷ്യൻ ഇവിടെ വന്നൊരു ബദാമരത്തിന്റെ ചോട്ടിൽ പള്ളിയിലേക്ക് റാസ് വരുമ്പോഴുള്ള ഭക്തിയോടെ മുണ്ടിന്റെ മടക്കിക്കുത്ത് അഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. ആ സമയത്ത് അദ്ദേഹം അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ സ്നാനം നടന്ന അവിടെയല്ലേ, നീ ഇവിടെ വന്ന് നിൽക്കുവാണോ, അങ്ങോട്ട് വരണ്ടായിരുന്നു. എൻ്റെ അപ്പൻ അദ്ദേഹത്തിന് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവിടെ വന്നിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല, എനിക്കെന്തോ സംഭവിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ പിതാവിന്റെ പരമാർത്ഥതയും മദ്യത്തിന്റെ ലഹരി എന്നുള്ള വിമോചനവും തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അപ്പനോട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എടാ ഇത്രയും പേര് ഇവിടെ വന്നു, ആർക്കും ഒന്നും തോന്നിയില്ല. നിനക്ക് അങ്ങനെയൊക്കെ തോന്നിയെങ്കിൽ ഇത് ദൈവം നിന്നെ സന്ദർശിച്ചതാണ്. ഇനി നീ പാപം ചെയ്യരുത്, ഇനി നീ മദ്യപിക്കരുത്, ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു വാക്ക് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ പറഞ്ഞത് അദ്ദേഹം പ്രവാചകനുമല്ല, പാസ്റ്ററും അല്ല, ഒരു കർത്തൃദാസനും അല്ല. അദ്ദേഹം എൻ്റെ അപ്പന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നീ ഇന്നു മുതൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചാൽ നിന്നെയും നിന്റെ മക്കളെയും ദൈവം ഉപയോഗിക്കും എന്ന് പറഞ്ഞു. ഈ ദൈവം ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ത്രാണിയും വിവരവും അന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഇന്ന് നിങ്ങളോട് സാക്ഷ്യം പറയുമ്പോൾ പറയാം, അന്ന് ആ മനുഷ്യൻ പറഞ്ഞത് പ്രവചനത്തെക്കാൾ ഷാർപ്പായി ഫലിച്ചു. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അപ്പനെയും നിന്റെ മക്കളെയും ദൈവം ഉപയോഗിക്കുന്ന. എൻ്റെ അനിയൻ ദൈവകൃപയാൽ അറിയപ്പെടുന്നൊരു കർത്തൃദാസനാണ്. എന്നെ ദൈവം ഇതുപോലെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിർത്താൻ ദൈവം ഇടയാക്കി. ഞങ്ങളെ 2 പേരെക്കാൾ കർശനക്കാരനായി സഭയിൽ പ്രസംഗിക്കുന്ന ഒരു കർത്തൃദാസനാണ് എൻ്റെ അപ്പന്. പാസ്റ്ററല്ല, അവസരം കൊടുത്താൽ അദ്ദേഹം വേദപുസ്തകത്തിലെ അസാധാരണമായിരിക്കുന്ന ആത്മീയ കാര്യങ്ങൾ ജനത്തോട് പ്രസംഗിക്കുന്ന ആളാണ്. ഇന്ന് ആ പ്രവചനം, അദ്ദേഹത്തിന്റെ വാക്ക് നിറവേറുന്ന ഒരു കാലത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ദൈവം ഒരുവനോട് സംസാരിക്കാൻ നമ്മൾ കാശ് കൊടുത്ത ഒരാളെ ഇറക്കൊന്നും വേണ്ട, ആരിലൂടെ ഇടപെടാൻ ദൈവത്തിന് കഴിയും. അന്ന് വൈകുന്നേരം എൻ്റെ അപ്പൻ മദ്യപിക്കാതെ വീട്ടിൽ വന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിൽ സംസാരം കുറവാണ്. ഞാൻ വീട്ടിലെ മൂത്ത മോൻ, ഞാനും എൻ്റെ അമ്മയും കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്. അമ്മ എന്ന ശാരീരികമായിട്ട് വളരെ വളരെ കാര്യങ്ങളുണ്ട്, മനപ്രയാസം കൊണ്ട് ക്ഷീണതയാണ്, ഒരുപാട് രോഗങ്ങൾ ചെറുതും വലുതുമായിട്ട് ആ ശരീരത്തിനുണ്ട്. ഉപദ്രവങ്ങൾ മദ്യപാന്റെ ഭാര്യ എൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതൊന്നും ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല ഈ വേളയിൽ. അതിൻ്റെയൊക്കെ തിക്താനുഭവങ്ങൾ കൊണ്ട് സ്വന്തം വീട്ടുകാരെ പോലും കാണാൻ ആഗ്രഹിക്കാതെ, ഒരു കല്യാണത്തിന് പോലും വിളിച്ചാൽ പോകാതെ ഞങ്ങളുടെ ആ കൊച്ചു വീടിനകത്ത് ഒതുങ്ങിപ്പോയ അമ്മയുടെ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ എന്നെ സംബന്ധിച്ച് വളരെ തീവ്രതയുള്ളതായിരുന്നു. സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത് ഞങ്ങൾ തമ്മിലായിരുന്നു. പക്ഷെ അന്ന് വൈകിട്ട് എൻ്റെ അപ്പൻ സാധാരണ സന്ധ്യ മയങ്ങിന് ശേഷമാണ് വരുന്നത്. അല്പം നേരത്തെ വന്നു, മദ്യപിച്ചിട്ടില്ല. സാധാരണ ഞങ്ങളുടെ വീട്ടിലേക്ക് ബസ് ഇറങ്ങി പിന്നെ നടക്കുന്ന വഴിക്ക് ഒരു ചാരായ ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് കുടിച്ചിട്ടൊക്കെ വരാറുള്ളൂ. പക്ഷെ അന്ന് കുടിച്ചില്ല, നേരത്തെ വന്നു. ഞങ്ങൾക്ക് ഭയമായി, കാരണം വന്ന് എന്തെങ്കിലും കൊച്ചു കാര്യത്തിന് സാധാരണ വഴക്കുണ്ടാകാറുണ്ട്. പക്ഷെ വീട്ടിൽ വന്നു, കുറച്ചു നേരമൊക്കെ പറമ്പിലൂടെയൊക്കെ നടന്നു. എനിക്ക് തോന്നുന്നു ഒരു 7-7:30 കാണും. ആ സമയത്ത് വന്നു. അപ്പൊ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ റൊട്ടീൻ വന്നു, അപ്പം ചിലപ്പോൾ കഴിക്കത്തില്ല. എങ്കിലും അമ്മ റേഡിയോയിൽ അന്ന് വയലും വീടെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ട്. അതായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ എല്ലാ വീടുകളിലെയും അലാറം എന്ന് പറയാം. വയലും വീടും കഴിയുമ്പോൾ എല്ലാവരും അത്താഴം കൊണ്ടും വിളക്കൂതി കിടക്കുക ഞങ്ങളുടെ നാട്ടിൽ.
അന്ന് വൈകുന്നേരം റേഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ചു. വയലിൻ വീട് കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, ചോറ് വിളമ്പി വെക്കട്ടെ? അന്ന് എൻ്റെ അപ്പം പറഞ്ഞു, ഇന്ന് പ്രാർത്ഥിച്ചിട്ട് ചോറിട്ടാ മതി. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയില്ലായിരുന്നു, പള്ളി പോക്കില്ലായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് ചോറുണ്ടാ മതി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സാധാരണ ഞങ്ങൾ ശീലിച്ച നിലവാരം അനുസരിച്ച്, ഞങ്ങൾ ഉൾപ്പെട്ട ക്രിസ്തീയ വിഭാഗത്തിന്റെ നിലവാരം അനുസരിച്ച് ഞങ്ങൾ നിന്ന് പ്രാർത്ഥിച്ച ശീലമുണ്ട്. ഞങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞൊരു പായെടുത്ത് താഴെ ഇടുക, ഇരുന്ന് പ്രാർത്ഥിക്കും. ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ ഞാൻ എൻ്റെ ആയുസ്സിൽ കണ്ടിട്ട് പോലും ഉണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാ പ്രാർത്ഥനയും എൻ്റെ ഓർമ്മയിൽ നിന്ന് പ്രാർത്ഥന. അമ്മ പായെടുത്ത് താഴെ ഇട്ടു, ഇരുന്ന്. അന്ന് പ്രാർത്ഥനയൊന്നും നടന്നില്ല. എൻ്റെ അപ്പൻ ഒരുപാട് കരഞ്ഞു. എൻ്റെ അമ്മയുടെ കൈ പിടിച്ച് ക്ഷമ പറഞ്ഞു, എൻ്റെ കൈ പിടിച്ച് ക്ഷമ. അന്ന് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ അറിയാതെ പോലും, കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ കേരളത്തിലെ പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ പോയിട്ടുണ്ട്. അവിടെ ഒന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല. എന്നിട്ട് അപ്പം പറഞ്ഞ വാക്യതാണ്, ഇന്ന് ദൈവം നമ്മളെ തേടി ഇങ്ങോട്ട് വന്നു. ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. ദൈവം തേടി വന്നെന്നൊക്കെ പറയും. ദൈവം നമ്മുടെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളൊന്നും അല്ലല്ലോ. ഈ അപ്പം പറയുന്ന വാക്ക് നമുക്ക് പിടികിട്ടും. ഞങ്ങൾ വിചാരിച്ചത് കള്ളു കുടിക്കാത്തത് കൊണ്ട്, മാനസിക നില തെറ്റിയത് കൊണ്ട് എന്തൊക്കെയോ വിഭ്രാന്തി പറയുന്നതാണെന്നാണ് വിചാരിച്ചത്. പരമാർത്ഥിയായ എൻ്റെ അമ്മ എൻ്റെ അപ്പനോട് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ കാതുകളിലുണ്ട്. എൻ്റെ അമ്മ അന്നേരം പറഞ്ഞു, നിങ്ങൾക്ക് കള്ളു കുടിക്കാത്തത് കൊണ്ടാണെങ്കിൽ നിങ്ങൾ പോയി അല്പം കുടിച്ചിട്ട് വാ. കാരണം എന്നാ ഈ പറയുന്നത് മനസ്സിലാകുന്നില്ല. അപ്പം പറഞ്ഞില്ല, നീ ഞാൻ കുടിക്കുകയല്ല എന്ന് പറഞ്ഞു. ദൈവം എന്നൊക്കെ വിളിച്ചു, കരഞ്ഞു. അന്ന് രാത്രി ആഹാരം ഉണ്ടിട്ട് കിടന്നു. നേരം വെളുത്ത് എൻ്റെ അപ്പൻ വീണ്ടും അദ്ദേഹത്തിന്റെ തൊഴിലിന് പോയി. ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരം കുടിച്ചിട്ട് വരുന്നു, കുടിച്ചില്ല. ശനിയാഴ്ചയായി എൻ്റെ അമ്മയോട് പറഞ്ഞു, പള്ളിയിൽ പോകാനുള്ള വസ്ത്രം കഴുകി വെച്ചേക്കും. ഞങ്ങൾ വിചാരിച്ചു പിറവത്ത് ഞങ്ങൾ പോകാറുള്ള പശ്ചാത്തലത്തിന് പള്ളിയിൽ എവിടെയെങ്കിലും ആയിരിക്കും പോകുന്നതെന്നാണ് വിചാരിച്ചത്. അമ്മ മുണ്ടോ ഷർട്ടോ കഴുകി വെച്ചു. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകുന്ന പറഞ്ഞ് അദ്ദേഹം പോയി. ഞങ്ങൾ അങ്ങനെ പോകാറില്ലെന്ന് പറഞ്ഞു തിരിച്ചു വന്നു. ഞങ്ങളുടെ വീട്ടിൽ മദ്യപാനം നിർത്തിയ ഒരപ്പനെ കിട്ടിയപ്പോൾ രാത്രി പകലായതിന്റെ ഒരു മാറ്റം ഉണ്ടായി. അത്രയ്ക്ക് മാറ്റം. മദ്യപാനികളായ ആരെങ്കിലും ഞാൻ ഈ പറയുന്നത് സത്യമായി കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന വാക്ക് പരമാർത്ഥമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മദ്യപാനം നിർത്തിയാൽ ശരിക്കും സൂര്യനുദിക്കും. അത് അനുഭവിച്ചൊരു വീട്ടിലെ മകനാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്, കുഞ്ഞുങ്ങളുടെ മുഖത്ത് പ്രകാശം ഉണ്ടാവും, വീട്ടിൽ സന്തോഷം ഉണ്ടാവും. നിങ്ങൾക്കതിന്റെ ആഘാതം അറിയില്ലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലെ മകനായിരിക്കാം. കള്ളു കുടിക്കുന്നൊരു മോനുണ്ടെങ്കിൽ, കള്ളു കുടിക്കുന്നൊരു അപ്പനുണ്ടെങ്കിൽ, കള്ളു കുടിക്കുന്നൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിൻ്റെതായിരിക്കുന്ന പ്രയാസങ്ങളുണ്ട്. ഞാൻ അവിടെ ചുരുക്കം. അങ്ങനെ നീണ്ട ദിവസങ്ങൾ പിന്നിട്ടു. ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വിദ്യാഭ്യാസം വഴി തങ്ങി കിടക്കുക. ഞാന് ഓട്ടോമൊബൈലിന്റെ മെക്കാനിസം പഠിക്കാൻ വേണ്ടി എറണാകുളത്തൊരു സ്ഥലത്ത് തന്നെ കൊണ്ടാക്കി. ഞാൻ പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. കരിവുരുണ്ട ജീവിതമാണ്. ആ കഷ്ടത്തിലേക്ക് ഞാൻ എത്തി നോക്കാൻ ആഗ്രഹിക്കുന്നല്ലോ. അതൊക്കെ ഓരോ പാർട്ടായിട്ട് ഓരോ മണിക്കൂറുകൾ പറയണം അന്നത്തെ കാര്യങ്ങൾ. പക്ഷെ ഞാൻ അത്രയും കിടക്കുന്നില്ല. എൻ്റെ ആ കുഞ്ഞു പ്രായത്തിൽ അങ്ങനെ ഒരു സ്ഥിതി പോയി. ഒരുപാട് തിക്താനുഭവങ്ങൾ ഓർക്കാൻ പോലും കൊള്ളാത്തത്. അതെല്ലാം കഴിഞ്ഞു പോയി. ദൈവം എന്നെ എത്ര കൊണ്ടതല്ലോ, അതോ ഞാൻ ആ ഭാഗങ്ങൾക്ക് നന്ദി പറയും. അതിൽ നിന്ന് ഊരിപ്പോരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ എന്നെ കുറിച്ചൊരു പരാതി വീട്ടിൽ വന്നു, ഞാൻ എന്തിനു പോയാലും പൂർത്തീകരിക്കത്തില്ല. അങ്ങനെയാണല്ലോ, ഞാൻ പഠിക്കാൻ പോയി പൂർത്തീകരിച്ചില്ല, ഇതിന് പോയി അതിൽ നിന്ന് തെന്നി മാറാൻ വേണ്ടി ആഗ്രഹിക്കുക. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി വന്ന സ്ഥിതിക്ക് അതും എനിക്കൊരു ഭയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അവധിക്കാലം, എനിക്കൊന്നൊരു പൂജ അവധിക്കാലം തോന്നുന്നു. അതുവരെ എൻ്റെ അപ്പം കുറെ നാളുകൾ ഈ സ്നാനം നടത്തിയ ആ ചർച്ചിൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി കടന്നു പോകുമായിരുന്നു. അപ്പൊ ഞങ്ങൾ പള്ളിയിൽ പോകുന്നു, തിരിച്ചു വരെ സന്തോഷമായിട്ട് പോകുന്നു. വീട്ടില് ഇരിക്കാൻ ഒരു ഇരിപ്പിടം ഇല്ലായിരുന്നു, അതൊക്കെ അപ്പം വാങ്ങിച്ചു. ഞങ്ങൾക്ക് മുണ്ടോ വസ്ത്രമൊക്കെ വാങ്ങിച്ചു തന്നു. എല്ലാം കൊണ്ടും ഒരു സമാധാന പൂർണ്ണതയിലേക്ക് എത്തി. കള്ളുകൂടി നിർത്തിയല്ലോ, സന്തോഷം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരവധിക്കാലത്ത് ആ സഭയിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കാൻ പോകും. ആ സമയത്ത് അവിടുത്തെ കർത്തൃദാസനും ഞങ്ങളെ ആദ്യം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന ആ പിതാവ്, അദ്ദേഹവും കൂടെ ഞങ്ങളുടെ വീട് തേടി വരികയാണ്. ഒരു
മലയുടെ മുകളിൽ റോഡിൽ വണ്ടി വെച്ചിട്ട്, ബൈക്ക് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പാസ്റ്റൊക്കെ വണ്ടി വെച്ചിട്ട് അദ്ദേഹം നടന്നിറങ്ങി. അവർ രണ്ടുപേരും കൂടി വന്ന് ഒരു കല്ലോട്ടാൻകുടി പോലത്തെ താഴെ കുഴിയിൽ വന്ന് ആ കുഴിക്കാത്തുള്ള ഓലപ്പുരയ്ക്കാണ് ഞങ്ങൾ കിടക്കുന്നത്. എന്റെ അപ്പനെ ചർച്ചിൽ ചെന്ന് കാണുമ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിന്നാ വരുന്നതെന്ന് അവർക്ക് തോന്നിയില്ല. അവരുടെ വാക്കിൽ ഞാൻ മനസ്സിലാക്കി. അവർ വന്ന് കണ്ടിട്ട് പറഞ്ഞു, അയ്യോ പൈലി ഈ വീട്ടിൽ നിന്നാണോ ആരാധനയ്ക്ക് വരുന്നത്? കാരണം അത്ര ദാരുണമായിരുന്നു. അന്ന് എൻ്റെ അമ്മ കുറച്ച് ദിവസമായിട്ട് ശാരീരിക ബുദ്ധിമുട്ട് കാരണം പെയ്ത മഴയെല്ലാം വീട്ടിൽ ചോർന്നൊലിച്ച്, കെട്ടിമേയാത്ത വീട്, ചാണകം മെഴുകാത്തതിന്റെ പേര് എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം. അന്ന് അവര് വരുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉദര സംബന്ധമായും ഒത്തിരി കാര്യങ്ങളുണ്ടാകും, ഇയർ ബാലൻസ് അതും ഇതൊക്കെ ആയിട്ട്. അതുകൊണ്ട് അന്ന് അമ്മ കട്ടിലേ കിടക്കുന്നൊരു സമയം അവര് വന്നു, സംസാരിച്ചിരുന്നു. ഒരു വീട്ടിൽ ഞങ്ങൾ 3 ആണുങ്ങളും അമ്മ മാത്രമേ സ്ത്രീ ആയിട്ടുള്ളൂ. അപ്പൊ തൂക്കാനും തുടയ്ക്കാനും കഴുകാനൊന്നും ഇല്ലാത്ത ആ സാഹചര്യത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന വികൃതി ആ വീടിനകത്തുണ്ടായിരുന്നു വിചാരിച്ചു. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ അവര് കണ്ടു അമ്മയ്ക്ക് തീരെ വയ്യാത്ത സ്ഥിതി കണ്ടു. അവരവിടെ കൈ ഉയർത്തി എൻ്റെ അമ്മയുടെ അടുക്കൽ നിന്ന് ശക്തമായി പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഞങ്ങളെ ഭയങ്കരമായി, കാരണം ഞങ്ങൾ വിചാരിച്ചിരുന്നത് പപ്പ പള്ളിയിലാ പോകുന്നതെന്നല്ലേ, ഇങ്ങനൊരു കൂട്ടരെ ഒന്നും അറിയില്ല. സംസാരിച്ചു. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന കണ്ണ് നിറഞ്ഞൊഴുകിയ ഒരു പ്രാർത്ഥനയായിരുന്നു. ഞങ്ങളെ അമ്മയെ കാണാനൊക്കെ ഇടയ്ക്ക് ആരെങ്കിലും വന്നിട്ട് ആരും ഇതുവരെയും കരഞ്ഞിട്ടില്ല, പ്രാർത്ഥിച്ചില്ല. പക്ഷെ ഞങ്ങൾ അറിയാത്തൊരു കൂട്ടർ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ ചിന്തിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉപവാസ പ്രാർത്ഥന നടക്കുക, സഹോദരിയും മക്കളും കൂടെ വയലിച്ചൻ അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടല്ലോ, അവിടെ പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റിയല്ല, കാരണം എന്റെ ശാരീരിക സ്ഥിതിയാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, രോഗം മൂർച്ഛിച്ചാൽ ഒരു ഓട്ടോ വിളിച്ചാണെങ്കിൽ ആസ്പത്രിയിൽ പോകൂലേ, അതുപോലെ കണക്കാക്കിയാൽ മതി. ഒരു ദിവസം അമ്മ അവർ ഒഴിവാക്കാനെന്ന വണ്ണം പറഞ്ഞു, നോക്കട്ടെ. അവര് പ്രാർത്ഥിച്ചിട്ട് പോയി. അമ്മ പിന്നീട് പറഞ്ഞു കേട്ടത്, അപ്പം പോകുന്നത് കൊണ്ട് വീട്ടിൽ അങ്ങനെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നീട് അമ്മ പറഞ്ഞു കേട്ടത്, അവര് പോയി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പോണം എന്നൊരു തോന്നലകത്ത് വന്നു. അങ്ങനെ നിർണയിക്കപ്പെട്ട ദിവസം വന്നു. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും കൂടി ആ പ്രാർത്ഥനയ്ക്ക് പോവുക. അവിടെ ചെന്നു. അന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരു കർത്തൃദാസനാണ് അന്ന് അവിടെ പ്രവാചകനായ ദൈവദാസൻ ശുശ്രൂഷയ്ക്കായി വന്നിരിക്കുന്നു. 3 ദിവസത്തേക്ക് ഒരു ദൈവദാസനെയാണ്. ഞങ്ങൾ അവിടെ ചെന്നു. പള്ളിയൊന്നും അല്ല, ഒരു കർത്തദാസന്റെ വീടിന്റെ തിണ്ണാണ്. അവിടെ നിറച്ച ആളുകൾ ഇരിക്കുകയാണ്. ഞങ്ങളും പോയിരുന്നു. ഞാൻ കണ്ണു തുറന്നെല്ലാം കണ്ടും കേട്ടിരിക്കുക, ഒച്ചയും ബഹളവും പാട്ടും എല്ലാം. ഞാൻ ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യാം. ഞങ്ങളും പോയിരുന്നു. ഞാൻ കണ്ണു തുറന്നെല്ലാം കണ്ടും കേട്ടിരിക്കുക, ഒച്ചയും ബഹളവും പാട്ടും എല്ലാം. ഞാൻ ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. അമ്മയ്ക്ക് ഒരു കസേര കൊടുത്ത് അതിനകത്ത് ഇരിക്കുകയാണ്. പ്രസംഗിക്കാൻ വേണ്ടി കർത്തൃദാസനെ ക്ഷണിച്ചു. അതൊക്കെ ഒരു പാട്ടോടെ എഴുന്നേറ്റു, ശ്രീ യേശുനാമം അതിശയനാമം. ഞാനിതൊക്കെ ഓർത്തിരിക്കുന്നത്, ഞാനൊരു കർത്തൃദാസനായതിനു ശേഷം എൻ്റെ ഓർമ്മയിലേക്ക് ഇതെല്ലാം, ഞാൻ എങ്ങനെ ഇങ്ങനെ ആയെന്നുള്ള ചിന്ത എന്നെ എന്നും ഭരിക്കും. ആ കാലഘട്ടങ്ങളൊക്കെ ഞാൻ ഓർക്കാൻ ശ്രമിക്കും. ദൈവം എന്നെ ഓർമ്മയിൽ കൊണ്ടുവരും. അതുകൊണ്ട് ആ പാട്ട് പോലും ഞാൻ ഓർക്കുന്നുണ്ട്, ശ്രീ യേശുനാമം അതിശയനാമം. ഞാനൊരു ചർച്ചിൽ ചെന്നിട്ട് ആദ്യമായി കേട്ടൊരു പാട്ടാണത്. ആ പാട്ട് പാടി എല്ലാരും കൂടി ഏറ്റുപാടി ഒരാരവം പോലെയായി. ഞാൻ കണ്ണു തുറന്നിരിക്കുകയാണ്. എൻ്റെ അമ്മയുടെ അടുക്കലേക്ക് ഈ ദൈവദാസൻ പ്രസംഗം തുടങ്ങിയില്ല. അദ്ദേഹം ജുബ്ബയിട്ട് വെള്ളമുണ്ടും ജുബ്ബയും ധരിച്ച ദൈവദാസൻ അമ്മയുടെ അടുക്കിലേക്ക് നടന്നു പോകുന്നത് ഞാൻ കണ്ടു. അമ്മയുടെ അടുക്ക് പോയി നിൽക്കുന്ന എനിക്ക് പേടി. ഞങ്ങൾ ആദ്യമായിട്ടല്ലേ, ഇനി എന്താ നയമെന്നറിയില്ല. അമ്മയുടെ അടുക്ക് പോയി തലേ കൈവച്ചു. കുറച്ചു നേരം പ്രാർത്ഥിക്കുകയാണ്. ഈ ആരവവും പാട്ടും ഇതിനിടയിൽ ഞാൻ കണ്ണു തുറന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്താ സംഭവിക്കുന്നത്. അമ്മ കരയുന്നത് കാണാം. ഞാൻ വീണ്ടും സൂക്ഷിച്ചു നോക്കി, അദ്ദേഹം അമ്മയെ വല്ലതും ചെയ്യുന്നുണ്ടോ, എന്തിനാ അമ്മ കരയുന്നതെന്ന് എനിക്കറിയില്ല. അമ്മ കരയുക. അമ്മ അങ്ങനെ കരഞ്ഞ് സങ്കടങ്ങളും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരിക്കലും മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അമ്മ ഇരുന്ന് കരയുക. ആ പാട്ട് ശാന്തമായപ്പോൾ ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഇവരുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇപ്പൊ എൻ്റെ അപ്പൻ, ഞാൻ ഒക്കെ ഇപ്പം എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റായിട്ട് ഓർമ്മയില്ല, ഞാൻ അവിടെ ഉണ്ട്. അന്നേരം എല്ലാരും കേൾക്കുക, അദ്ദേഹം പറയുക, ഈ സഹോദരിയുടെ മേൽ ഉദര സംബന്ധമായ രോഗമുണ്ട്, അത് മരണത്തിൽ വരെ കലാശിക്കാം. അപ്പൊ അമ്മ പറയുന്ന അമ്മയുടെ വയറിനകത്ത് എന്തോ ഒരു ബോൾ പോലെ എന്തോ ഉണ്ടെന്നാണ് എപ്പോഴും പറയുന്നത്. അന്ന് ഇതുപോലെ മെഡിക്കൽ സയൻസ് ഇത്രയും ഇതല്ല, ആസ്പത്രിയിൽ പോയി പരിശോധിക്കാനൊന്നും പപ്പയുടെ സ്ഥിതി അത്, പിന്നെ കാശില്ല. ഇതെല്ലാം കൊണ്ടും ഇന്നത്തെ പോലത്തെ സ്കാനിങ്ങും കാര്യത്തിലൊന്നും പോയിട്ടില്ല. അധികം പ്രശ്നമാകുമ്പോൾ ഗവൺമെന്റ് ആശുപത്രി പോയി എന്തെങ്കിലും മരുന്ന് തരും, അത്രയേ ഉള്ളൂ.
അദ്ദേഹം പറയാണ് ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക, ഇന്ന് ആ പ്രശ്നം തീരും, ഇനി ഇവര് രോഗിയല്ല എന്ന് പറഞ്ഞ് എല്ലാരും കൂടി ആരവത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ മധ്യത്തിൽ എൻ്റെ അമ്മയുടെ തലയിൽ കൈവച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകണം തോന്നിയെന്ന് അമ്മ പറഞ്ഞത്. അമ്മ ആ വീട്ടിലായാലും അവിടെ പോയി തിരിച്ചു വന്നമ്മ, ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി എന്തെങ്കിലും കുഴപ്പമില്ല, അമ്മയ്ക്ക് എന്റെ മനസ്സറിയാവുന്നതിന്റെ പേരിൽ അമ്മ പറഞ്ഞു കുഴപ്പമില്ല, നീ അടങ്ങിയിരുന്നോളാൻ പറഞ്ഞു. കാരണം എന്റെ ടെൻഷൻ അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ അമ്മ അവിടെ പ്രസന്നവതിയായിട്ടിരുന്നു. യോഗം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് ബസ്സിറങ്ങി നടക്കുമ്പോൾ അമ്മ അനുഭവം എൻ്റെ അപ്പനോട് പറയുന്നതിന് പുറകെ നടന്ന് കേട്ടു. ആ ദൈവദാസന്റെ തലയെ കൈവയ്ക്കുമ്പോൾ ഒരു അഗ്നിഗോളം എൻ്റെ വയറ്റിലേക്ക് ഇറങ്ങി വന്നു. അത് വയറ്റിൽ കിടന്ന് പൊട്ടി. അപ്പോഴാണ് എനിക്ക് ബാത്റൂമിൽ പോകണം തോന്നിയത്. എന്താ സംഭവിച്ചെന്നറിയില്ല. ഇപ്പൊ എൻ്റെ വയറ്റിൽ തോന്നിയ ഭാരം ഇല്ല. ഇപ്പൊ എൻ്റെ വയറ്റിൽ ഞാൻ സൗഖ്യമായി എന്ന് അമ്മ പറയുന്നു. ഒറ്റ പോക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ നിന്നിട്ടില്ല, ദൈവപ്രവർത്തികൾ ഉണ്ട്. ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. കർത്താവ് സൗഖ്യമാക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചികിത്സിക്കാൻ നിവൃത്തിയില്ല, ചികിത്സിച്ചിട്ട് സൗഖ്യമാകാത്ത പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഈ കാലഘട്ടത്തിന്റെ നിലവാരമനുസരിച്ച് യൂട്യൂബിലൊക്കെ ഒരുപാട് കള്ളത്തരങ്ങളും അതും ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതിനിടയിലെല്ലാം സത്യമുണ്ട് ദൈവമക്കളെ, സത്യമുണ്ട്. നിങ്ങൾ സത്യത്തിന്റെ പക്ഷത്ത് നിന്നാൽ ദൈവം സൗഖ്യമാക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. അമ്മയുടെ ആഗ്രഹമായിരുന്നു നാളെ 3 ദിവസമുള്ള പ്രാർത്ഥന, നാളെ പ്രാർത്ഥനയ്ക്ക് പോകണം. പിറ്റേ ദിവസം പ്രാർത്ഥനയ്ക്ക് പോകാൻ ഞങ്ങൾ തയ്യാറായി. അന്ന് ഞങ്ങളാണ് ഏറ്റവും ആദ്യം അവിടെ ചെന്നത്. ഒരു 7 മണിക്കെങ്കിലും ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം അവിടെ ചെന്നത്. ഞാനിങ്ങനെ ഞങ്ങളുടെ സഭയിൽ പറയാറുണ്ട്, ഒരു ദൈവപ്രവൃത്തി നടന്നാൽ പിന്നെ ആദ്യം നമ്മളായിരിക്കും ദൈവസന്നിധിയിൽ എത്തുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ന് ഈ ചടങ്ങ് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ യോഗം തുടങ്ങി 2ാമത്തെ പാട്ടും കഴിഞ്ഞിട്ടും നമ്മൾ ചെല്ലുന്നത്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ ചിന്ത മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ദൈവം നമ്മളെ തൊട്ടാൽ ഞങ്ങൾ ഓർക്കുന്നു ഏറ്റവും ആദ്യം ഞങ്ങൾ അവിടെ ചെന്നത്. അന്ന് ശുശ്രൂഷിക്കുന്നതിന്റെ മധ്യത്തിൽ ആ കർത്തൃദാസൻ എൻ്റെ അപ്പന്റെ അടുക്കൽ വന്നിട്ട് പ്രവചിച്ചു. ആ പ്രവചനം ഇന്നെന്ന വണ്ണം എൻ്റെ ഓർമ്മയിലുള്ളത് പറയാം. എൻ്റെ അപ്പനോട് പറയാണ്, നിന്നെ നട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ദിവസങ്ങൾക്കുള്ളിൽ നിന്നെ പറിക്കും, മറ്റൊരു സ്ഥലത്തേക്ക് നിന്നെ മാറ്റി നടും. അവിടെ കിഴക്കോട്ട് ദർശനമുള്ളതും 7 തരം ഫലവൃക്ഷങ്ങൾ നിൽക്കുന്നതും വീടിന്റെ മുൻമുറ്റത്ത് കിണറുള്ളതും കിഴക്കോട്ട് ദർശനമുള്ളതുമായിരിക്കുന്ന ഒരു വീട് ഞാൻ നിനക്ക് പണിതിട്ടിരിക്കുന്നു. നീ അവിടെ പോയി താമസിച്ചാൽ മതി. നീയും നിന്റെ കുടുംബവും എന്നെ മറക്കാതിരുന്നാൽ ഞാൻ നിനക്ക് ദിവസങ്ങൾക്കുള്ളിൽ ഇത് ഏൽപ്പിച്ചു തരുവൻ. പ്രവചനത്തിന്റെ ഷാർപ്പ്, കൃപാവര ശുശ്രൂഷയുടെ ശക്തി, ഇതെല്ലാം അന്ന് കാലത്ത് കുളിർക്ക കണ്ട് അനുഭവിച്ചു വന്ന ഒരാളായതുകൊണ്ട് എൻ്റെ പ്രഭാഷണങ്ങളിൽ പലപ്പോഴും ആളുകൾക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ കൃപാവരത്തിലും ശുശ്രൂഷകന്മാർക്കൊക്കെ എതിരാണോ പറയുന്നത്. ഒരിക്കലുമല്ല. ഞാൻ കൃപാവരങ്ങളെ വിശ്വസിക്കുന്നു, പ്രവചനവരം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ, ഒറിജിനൽ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ എങ്ങനായിരിക്കുമെന്നുള്ള വസ്തുത വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ഷാർപ്പ്നെസ് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് അതീവ സന്തോഷമായിരുന്നു ദൈവമക്കളെ. കാരണം ഓലപ്പുരയെ കിടന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു സഹപാഠി വന്നാൽ പോലും ഇരിക്കാനൊരു ഇരിപ്പിടം പോലും ഇല്ലാത്ത ഒരു ഗതികെട്ട ജീവിതത്തിൽ നിന്ന് ഒരു വീട് കിട്ടുന്ന ഒരു സ്വപ്നമായിരുന്നു. ദൈവം ഒരു വീട് പണിതിട്ടിരിക്കാന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ വീട്ടിൽ വന്നു. 3ാമത്തെ ദിവസം യോഗം തീരുക. അന്ന് എൻ്റെ അപ്പൻ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് എഴുന്നേറ്റ് നിന്ന് പുതുതായി വന്നവർക്കും പുതിയ അനുഭവമുള്ളവർക്കൊക്കെ പാസ്റ്റർ ഒരു വാക്ക് സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തു. നേരം പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ബൈബിള് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് എൻ്റെ പിതാവ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ സാക്ഷ്യം ഇതാണ്: ഞാൻ ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും പാപിയായിരുന്നു, മദ്യപാനിയായിരുന്നു, മഹാമോശക്കാരനായിരുന്നു. കർത്താവിന്റെ സ്നേഹം കൊണ്ട് നിങ്ങളുടെ നടുവിൽ വരാൻ പറ്റി. എന്നിട്ട് പറഞ്ഞ വാക്കിത, ദൈവം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വെച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഈ പുസ്തകത്തിൽ വായിച്ചിട്ടില്ല. അറിവുള്ള നിങ്ങൾ ഞങ്ങൾക്കത് പറഞ്ഞു തരണം. ഏത്? ദൈവം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വെച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നും പറഞ്ഞ് മാനസാന്തരപ്പെട്ട എൻ്റെ അപ്പന്റെ മോനായ
ഞാൻ സാധാരണ പറയാറുണ്ട്, ഇന്നത്തെ കാലത്ത് വിദേശത്ത് നിന്നൊക്കെ നാട്ടിലേക്ക് പോരുമ്പോൾ നമ്മൾ എയർ ടിക്കറ്റ് നോക്കുന്ന പോലെയാ സ്വർഗത്തിൽ പോകാൻ നോക്കുന്നത്. നമ്മൾ നോക്കൂ, ആദ്യത്തെ ഫ്ലൈറ്റ് അതിന് 50,000 രൂപ ടിക്കറ്റ് ഇപ്പൊ നമ്മൾ മാറ്റി വെക്കും. രണ്ടാമത്തെ ഫ്ലൈറ്റ് അതിന് 38. ലാസ്റ്റ് തപ്പി 12,000 രൂപയുടെ ഫ്ലൈറ്റ് കിട്ടും. ഫ്ലൈറ്റിന്റെ പേര് ഞാൻ പറയുന്നില്ല. അതിന് ടിക്കറ്റ് എടുക്കും. പോയാ പോയി, കേറിയ പച്ചവെള്ളം കിട്ടത്തില്ല, ഇറങ്ങിയാൽ ഇറങ്ങി, അത്രയേ ഉള്ളൂ. ഇതുപോലെ പല സ്വർഗത്തിൽ പോയി ലോ ടിക്കറ്റിൽ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കാണും. കാരണം എന്തൊക്കെ കളയാതെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ അതിനാ ഇപ്പം നമ്മളീ പലരും നോക്കുന്നത്. പക്ഷെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ഒരു പ്രസംഗ വിഷയമാണ് മാനസാന്തരം. ഞാൻ ആളുകളോട് പബ്ലിക്കിൽ പറയാറുണ്ട്, മാനസാന്തരം ശരിയായാൽ നമ്മുടെ ആത്മീകം അനുഗ്രഹിക്കപ്പെടും. മാനസാന്തരം പാളിപ്പോയാൽ ആയുസ്സിൽ നമ്മൾ കടന്ന് കറങ്ങുള്ളൂ, രക്ഷപ്പെടിയാൽ. ഞാൻ ഈ മീഡിയയിൽ പ്രസംഗിക്കുകയല്ല, പക്ഷെ സത്യമായി പറയുക, എൻ്റെ അപ്പൻ അങ്ങനെ പറഞ്ഞ് കരഞ്ഞ് മാനസാന്തരപ്പെട്ടു, രൂപാന്തരപ്പെട്ടു. അങ്ങനെ ഞങ്ങള് ദൈവകൃപയിലേക്കൊക്കെ വന്നു, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും മാതാപിതാക്കളുടെ കൂടെ ഞാൻ പോകുന്നതിന് അപ്പുറം എനിക്കൊരു എൻകൗണ്ടർ ദൈവമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് മുന്നോട്ട് വന്നു. ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഓട്ടോമൊബൈൽ മെക്കാനിക്സ് ഒക്കെ പഠിക്കുന്ന കാലമാണ്. അപ്പൊ ഒരാള് എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, നീ ഈ കരിമുരുണ്ട് ഇങ്ങനെ ജീവിക്കുന്നത്, നിനക്ക് നല്ല വഴികൾ വേറെയുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ വഴി? നീ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിന്റെ ബിസിനസ് തുടങ്ങും. ഞാൻ പറഞ്ഞു, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിന്റെ ബിസിനസ്. ഞാൻ വണ്ടിക്കൂലി അന്ന് 25-40 പൈസയാണ് മിനിമം ടിക്കറ്റ്. അതിന് കാശില്ലാത്തതുകൊണ്ട് നടന്നു പോയിക്കുന്ന കാലത്ത് പതകനോട് പറഞ്ഞു, നീ ഒരു 5,000 രൂപ ഇവിടെ നിങ്ങൾ സംഘടിപ്പിക്കും, അന്നത്തെ കാലത്ത് കൊണ്ടുവന്നാൽ നിനക്ക് ഈ മാർഗത്തിലേക്ക് ഇറങ്ങാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം, ഐറ്റംസ് എടുത്തു തരാം, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. എൻ്റെ മനസ്സിനകത്തൊരു കൊതിയാണോ ആഗ്രഹമാണോ കയറി. ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ 50 രൂപ ഇല്ലെന്ന് എനിക്കറിയാം. ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ ഇവിടുത്തെ സ്ഥിതിയൊക്കെ അറിയാം. എനിക്ക് നടക്കത്തില്ലെന്ന് മനസ്സിലായി. പക്ഷെ അന്ന് രാത്രി ഞാൻ കിടക്കുവാണ്. അന്ന് പ്രവചനവും വാഗ്ദത്തവും കിട്ടി, പക്ഷെ ഓലപ്പുരെ തന്നെ അവിടെ നിന്ന് മാറിയിട്ടില്ല. അങ്ങനെ കിടക്കുന്ന ആ കാലഘട്ടത്തിൽ അന്ന് രാത്രി പ്രാർത്ഥിച്ചു, മണ്ണെണ്ണ വിളക്ക് ഊതിക്കിടത്തി ഞങ്ങൾ കിടന്നു. ഒരു ആനവായമ്പരയാണ്, നിങ്ങൾക്ക് ഊഹിക്കാവുന്ന നോക്കൂ. ഞാനും എൻ്റെ അനിയനും ചാക്ക് വിരിച്ച് അതിന് പുറത്ത് പാവിരിച്ച് താഴെ കിടന്നു. എൻ്റെ അപ്പനും അമ്മയും അപ്പുറം മാറി കിടന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം എനിക്കൊരു വഴികളുമില്ലല്ലോ എന്നുള്ള ചിന്തയ്ക്കകത്ത്, ഒരു സാധ്യത മുമ്പിൽ വന്ന് നിന്നിട്ട് സഹായിക്കാൻ പോലും ആരുമില്ലല്ലോ എന്നൊരു ചിന്തയ്ക്കകത്ത് ഞാൻ ഞരങ്ങുക. അപ്പൊ എനിക്ക് ഉള്ളത്തിന്റെ ഉള്ളിൽ അങ്ങ് ഞരക്കം വന്നു. ഓർക്കും തോറും വിങ്ങലുകൾ വന്നു. ഉറക്കം വരാത്തത് കൊണ്ട് ഞാൻ തലേണയെ കമന്നിങ്ങനെ വിങ്ങുന്നത് എൻ്റെ അപ്പൻ ശ്രദ്ധിച്ചു. അപ്പൊ അവിടെ ചോദിച്ചു, എന്താടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാനങ്ങ് പൊട്ടിപ്പോയി. ഞാൻ കരഞ്ഞുപോയി. പെട്ടെന്ന് വിളക്ക് കത്തിച്ചു, പിന്നെ എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റ് കരയെ, എന്താ പറ്റി? ഇപ്പൊ പപ്പയോട് പറഞ്ഞില്ലായിരുന്നു, അമ്മയ്ക്കറിയായിരുന്നു. ഞാൻ കരഞ്ഞപ്പോ അമ്മയ്ക്ക് വിളിച്ചു. അമ്മ പറഞ്ഞു, അവനിന്ന് പകൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, പക്ഷെ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എൻ്റെ അപ്പൻ എന്നോട് പറയുകയാണ്, എടാ, ഇന്ന് നമുക്ക് ആരുമില്ലെങ്കിൽ ഒരു ദൈവമാണ്, ആ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. നീ ഇന്ന് രാത്രി, എന്നിട്ട് എൻ്റെ അപ്പൻ ഈ വേദപുസ്തകം നിവൃത്തി, ആവർത്തന പുസ്തകം 8-ാം അധ്യായം, അത് നിവൃത്തിപ്പ് കിട്ടിയതായിരിക്കാം. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, നിന്നെ നല്ലൊരു ദേശത്തേക്കല്ലോ കൊണ്ടുപോകുന്നത്, കല്ലിരുമ്പാകുന്ന ദേശം, അവിടെ നീ പുതിയ വീടുകൾ പണിയും എന്നൊക്കെയുള്ള വാഗ്ദത്തമാണ് ഇസ്രായേലിന് കൊടുത്ത വാഗ്ദത്തം. ഇത് വായിച്ചു കേൾപ്പിച്ചിട്ട് എന്നോട് പറയുക, എടാ, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കണ്ടോ, ദൈവം നിന്നെ നല്ല നിലയിലേക്ക് കൊണ്ടുപോകും, ഇന്ന് നീ സമാധാനത്തോടെ കിടന്നുറങ്ങുക, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി എൻ്റെ അപ്പൻ പ്രാർത്ഥിച്ചു. ഞാൻ കിടന്നു. എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. നേരം വെളുത്തു. ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ അറിയപ്പെടുന്ന പാവങ്ങളൊന്നും ചെയ്തിട്ടില്ല, അത്രയും പ്രായമൊന്നുമില്ല, പക്ഷെ എങ്കിലും പറഞ്ഞു, ദൈവമേ, എന്നെ ഒരു മോനായി എന്നെ ഒന്ന് സഹായിച്ച് എന്നെ കൂടി കരുതി. എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ സമപ്രായക്കാരും കസിൻസൊക്കെ പഠനത്തിൽ തുടരുകയാണ്. അതൊന്നും പോയല്ലോ, ഇനിയിപ്പോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും കഥയില്ലല്ലോ എന്ന ചിന്താഗതിക്കകത്ത് എങ്കിലും എങ്ങനെയെങ്കിലും മറ്റൊരുത്തിനെ ആശ്രയിക്കാതെ ഒരു കൂലിപ്പണിക്കാരനാകാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം എന്നെ സഹായിക്കണം. എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിച്ചിട്ട് അങ്ങയുടെ മകനായിട്ട് എന്നെ കരുതണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു.
നേരം വെളുക്കുക, അത്ഭുതങ്ങൾ ആരംഭിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ബേബി സാറുണ്ട്. സാറ് സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. എൻ്റെ അമ്മയ്ക്ക് പശുവിനെ കറക്കാൻ അറിയാം. സാറിന്റെ വീട്ടിൽ പശുവിനെ കറക്കാൻ വന്നോണ്ടിരുന്ന മുത്തു എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു ജോലിക്കാരനാണ്. അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. പ്രസവിച്ച് നിൽക്കുന്ന പശുവിനെ അദ്ദേഹം 5 മണിക്ക് രാവിലെ വന്ന് കറക്കുമായിരുന്നു. അന്ന് മുത്തു വന്നില്ല. 7 മണിയായിട്ടും കാണുന്നില്ല. 7 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റ് കട്ടൻ ചായ കുടിച്ച് ഞങ്ങളുടെ ഓലപ്പുരയുടെ തിണ്ണേരിയിരിക്കുമ്പോൾ ബേബി സാറ് കയറി വരുന്നു. ഞങ്ങളുടെ ആകെപ്പാടെ നിരാശയിലായി. ഇന്നലെ രാത്രിയിലെ ആ വാക്കും എൻ്റെ സങ്കടമൊക്കെയായി. സാറ് കയറി വരുന്നപ്പോൾ ഞങ്ങളെല്ലാവരും ചാടി എഴുന്നേറ്റു. സാറിന്റെ വീട്ടിലെ പശുവിനെ കറക്കാൻ എൻ്റെ അമ്മയെ വിളിക്കാൻ വന്നതാ. സാറ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്താ എല്ലാവരും ഒരു വല്ലാത്ത മുഖഭാവം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അസുഖമുണ്ടോ, ഇങ്ങോട്ട് ചോദിക്കുക സാർ. പറഞ്ഞേ ഒന്നുമില്ല സാറേ, ഒന്നുമില്ല. എങ്ങനെയല്ലല്ലോ, എന്തോ കാര്യം, എന്താ കാര്യം? അമ്മ പറഞ്ഞു, അവനൊരു ചെറിയ കാര്യം പറഞ്ഞു, അത് നടക്കാതെ പോയി, അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. എന്താ കാര്യം? പറഞ്ഞു, അവനെന്തോ ഒരു ബിസിനസ്സിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അതിന് ഇച്ചിരി പൈസ വേണം. ഇവിടുത്തെ സ്ഥിതി അതാണ്. സാറ് പറയുകയാണ്, എൻ്റെ അപ്പൻ്റെ പേര് പൈലി എന്നാന്ന് പറഞ്ഞത്, പൈലി അവന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെടാമെങ്കിൽ അവൻ എത്ര രൂപ വേണമെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാം. അപ്പൊ എൻ്റെ അപ്പം പറഞ്ഞു, അവൻ പൈസ ഒന്നും കളയില്ല സാറേ, 5000 രൂപ ചോദിക്കുന്നു. രാമ, പശുവിനെ കറക്കാൻ പോവാ, ഞാൻ പൈസ തന്നോടാ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതലുകൾ ആരംഭിക്കുകയാണ്. സാറ് പൈസ കൊടുത്തയച്ചു. ഞാൻ മറ്റദ്ദേഹത്തെ എറണാകുളത്ത് പോയി തേടി പിടിച്ചു. അദ്ദേഹം എന്നെ ഒരു ബിസിനസ്, വണ്ടിയുടെ സ്പെയർ പാർട്സ് പറഞ്ഞ വലിയ സംഭവമൊന്നും അല്ല, അദ്ദേഹം എന്നെ കണക്ട് ചെയ്തത് എറണാകുളത്ത് തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ചെറിയ സ്ഥാപനമുണ്ട്. അവിടെ കൊണ്ട് പരിചയപ്പെടുത്തി. അവരുടെ കുറെ സാധനങ്ങളൊക്കെ ചിലവാകുന്നു, വലിയ ഡിമാൻഡ് ഉള്ളതൊന്നുമല്ല. അങ്ങനെ ഈ 5000 രൂപ അവർക്ക് കൊടുത്തു. അവർ കുറെ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാനത് കൊണ്ട് പോവാണ്. 10 കടയിൽ കയറിയാൽ ഒരു കടക്കാർ വരുമോ? വലിയ വലിയ വൻപൻ കമ്പനിക്കാരുടെ ഇടയിൽ ഒന്നും അല്ലല്ലോ. ഞാൻ രക്ഷപ്പെടത്തില്ല എന്നുള്ള തോന്നൽ വീണ്ടും എന്നിൽ ഭരിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ എന്ത് ചെയ്താലും പൂർത്തീകരിക്കില്ല എന്നൊരു കംപ്ലൈന്റ് എന്നെ കുറിച്ചുണ്ട്. ഇതും സാറിൻ്റെ പൈസ മേടിച്ച് മുന്നോട്ട് പോകുന്നത് മോശമായി പോയാൽ ഇനി എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റിയ അങ്ങനെ ഒരു സ്ഥിതി. ഇവര്, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, വണ്ടിക്കൊരു ഗുണമുള്ള ലൈക്കാറ്റ് എന്ന് പറയും, റിഫ്ലക്ടർ, അങ്ങനെ ഒരു സാധനമായിരുന്നു ഈ കമ്പനിക്കാരുടെ കൂടുതൽ പ്രൊഡക്ഷൻ. വണ്ടിയുടെ ഒക്കെ മുമ്പിൽ പുറകിലും വെക്കുമായിരുന്നു. പച്ചയും ചുമലേക്കാണ് നടക്കുന്നത്. ഞാൻ ഇതും വാരിക്കെട്ടുകൊണ്ട് കടകളിൽ പോകും, കടക്കാരൊന്നും മേടിക്കുകയാണ്. ഇത് വിറ്റെങ്കിൽ 1 രൂപ 2 രൂപ ലാഭം കിട്ടിയെങ്കിൽ ഒരു നാരങ്ങ വെള്ളം പോലും കുടിക്കാൻ കിട്ടുമോ? എത്രയോ ദിവസങ്ങൾ ഒന്നും കിട്ടാതെ ഞാൻ പൗരുഷന്റെ ഒരു അനുഗ്രഹീതമായിരിക്കുന്ന പ്രേക്ഷക സംഗമം എറണാകുളത്ത് ടൗൺ ഹാളിൽ നടക്കുമ്പോൾ, ഞാൻ എറണാകുളത്ത് നിന്ന് എനിക്ക് കിട്ടിയ അവസരത്തിൽ പറയുമ്പോൾ, ഞാൻ എൻ്റെ പഴയകാലം എറണാകുളത്തെ ഓരോ കടകളിൽ അകത്തെ ചെറിയ ചെറിയ റോഡുകളിലൂടെ ഒക്കെ നടന്നത് ഓർത്തപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞത് ഇന്നെന്ന വണ്ണം ഓർക്കും. കാരണം ഇതും തൂക്കിപ്പിടിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടും കാര്യങ്ങൾ നടക്കാത്ത സമയമുണ്ടായിരുന്നു. ദൈവകൃപയാൽ ഒരു ദിവസം ഞാൻ കൊച്ചിയിൽ ഒരു കടയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, എൻ്റെ ഇരിക്കുന്നത് ഇതിന്റെ റെഡ് ആൻഡ് ഗ്രീൻ ആ കളർ, അദ്ദേഹം ഉപയോഗിക്കുന്നത് ഇതിന്റെ വൈറ്റ് കളറുണ്ട്. ഞാൻ എന്നെ കളിയാക്കാനാന്ന് വിചാരിച്ചു. ഞാൻ ചേട്ടാ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതാ, മേടിച്ചില്ലെങ്കിലും കളിയാക്കരുത്. അവര് പറഞ്ഞിടൂ, ഞാൻ കളിയാക്കിയതല്ല, തൻ്റെ ഇതിന്റെ വൈറ്റ് ഉണ്ടെങ്കിൽ 12 ഡസൻ ഇപ്പം എടുക്കാം. ഞാൻ പറഞ്ഞു, കമ്പനി എറണാകുളത്താണ്. ഞാൻ പറഞ്ഞു, നാളെ വേണമെങ്കിൽ സാധനം തരാം, ഞാൻ നാളെ 12 ഡസൻ വന്നു. എനിക്ക് സംശയം വീണ്ടും കളിപ്പീരാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻസ് തരാം. തന്നെ എന്ത് വിശ്വസിച്ച് അഡ്വാൻസ് തരും? എന്നിട്ടും ആ മെഷീൻ 10 രൂപ എനിക്ക്. ഞാൻ ആ കമ്പനി ചെന്നു, കമ്പനിക്കാരനും അറിയത്തില്ല. പിറ്റേ ദിവസം രാവിലേക്ക് 12 ഡസൻ അടിച്ചു തന്നു. ഞാൻ അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു, ചേട്ടാ എന്തിനായത്? അന്നേരം അദ്ദേഹം പറയുകയാണ്, ഇന്ത്യ ഗവൺമെന്റ് നിയമം മാറ്റി, കാക്കനാട് RTOയിൽ ഈ റിഫ്ലക്ടർ ഫ്രണ്ടിൽ വൈറ്റും ബാക്കിൽ റെഡും. അന്നാണ്, ഓർമ്മയുള്ളവർക്കറിയാം, വണ്ടിയുടെ സൈഡിൽ നമ്പർ പ്ലേറ്റ് ഇറങ്ങാൻ തുടങ്ങിയത്. അതുവരെ സൈഡിൽ ടാക്സിയുടെ ബസ്സിന്റെ ഒന്നും സൈഡിൽ നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു. ആ ഇടയ്ക്കിറങ്ങിയ നിയമമാണ്. ഈ നിയമം വന്നതോടുകൂടെ ഈ സാധനം ഇല്ലാതെ RTO ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് സാധനങ്ങൾ വരുന്നതിനൊക്കെ മുമ്പ് ഞാൻ ഈ കാര്യം അറിഞ്ഞു. ഒരു 3 മാസം ഈ കമ്പനിയിൽ ഉണ്ടായ പ്രൊഡക്ഷൻ മുഴുവൻ ഞാനാണ് കൊണ്ടുവന്ന്
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊടുത്തത്. ഞാൻ പറയാം, ദൈവത്തിന്റെ രണ്ടാമത്തെ അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ. ഇത് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ സാധനം മുമ്പിൽ വെച്ചാലും വണ്ടി ഇടിക്കും. ഇത് വെച്ചോണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് വേണ്ടി മാത്രം ദൈവം നിയമം മാറ്റി എന്ന് വേണം പറയാൻ. ആ 3 മാസം കൊണ്ട് സാറിൻ്റെ നിന്ന് മേടിച്ച് പൈസ തിരിച്ചു കൊടുത്തു. ആ സമയമായപ്പോഴത്തേക്കും ദൈവം പറഞ്ഞ പ്രവചനം, നിന്നെ നട്ടിരിക്കുന്നിടന്ന് പറയ്ക്കും. അങ്ങനെ ഞങ്ങളുടെ ഓലപ്പുരയിരുന്ന വീട് വിറ്റു. കുറച്ചുകൂടെ റോഡ് സൈഡിലേക്ക് കയറി ഞങ്ങളൊരു വീട് വാങ്ങിച്ചു. ദൈവം പറഞ്ഞതുപോലെ കിഴക്കോട്ട് ദർശനമുള്ള 7 തരം ഫലവൃക്ഷങ്ങളുള്ള വീടിന്റെ മുൻമുറ്റത്ത് കിണറുള്ള ഒരു വീട്. ഒരു ഫിലിം പ്രൊഡ്യൂസർ പണിതിട്ടത്. അയാൾ ബിസിനസ്സിൽ പൊട്ടിപ്പോയി. അയാളുടെ അപ്പൻ ഇത് വിറ്റിട്ട് കടം വീട്ടാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് അയാൾ നാട് വിട്ടുപോയിരിക്കുക. അങ്ങനെ അത്ഭുതങ്ങൾ വീണ്ടും ആരംഭിച്ചു. ആ വീട് കിട്ടി. ആ വീട്ടിലേക്ക് ഫർണിച്ചർ ഒന്നും ഈ ഓലപ്പുരയിലില്ല. അപ്പൊ അത് കഷ്ടി കാശ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് കിട്ടിയ ഈ 3 മാസത്തെ ബിസിനസ് കൊണ്ട് ഒരു കട്ടിലും 2 കസേരയൊക്കെ മേടിക്കാനുള്ള ഭാഗ്യം ദൈവമായ കർത്താവ് തന്നു. അങ്ങനെ സന്തോഷത്തോടെ കർത്താവ് കരുതുന്നവനാണെന്നും സൗഖ്യമാക്കുന്നവനാണെന്നെല്ലാം പുസ്തകത്തിൽ എഴുതിയതിനേക്കാൾ അപ്പുറം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റി. അതിനോട് ബന്ധപ്പെട്ട് ഞാൻ ഏതെങ്കിലും പ്രാർത്ഥനയിൽ പോയിരുന്നാൽ എന്നെ കാണുന്നവരെല്ലാവരും കർത്താവിന്റെ വേലയ്ക്ക് ഉള്ളവനാണെന്ന് പറയാൻ തുടങ്ങി. അതെനിക്ക് വിഷമാകാൻ തുടങ്ങി. കാരണം ഞങ്ങളുടെ നാട്ടിൽ കർത്തൃവേലക്കാരായി വന്നവരെല്ലാം തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് എവിടെ നിന്നെങ്കിലും വന്നവരാണ്. കൊച്ചു കൊച്ചു സഭകളിൽ കഷ്ടപ്പെടുന്നവരാണ്. ഞാൻ കണ്ട ദൈവവേലക്കാരെല്ലാം പട്ടിണിക്കാരാണ്. ഞാനും ദൈവവേലയ്ക്ക് ജീവിച്ചിട്ടില്ല, നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല, നല്ല ആഹാരം കഴിച്ചിട്ടില്ല, നല്ല വീട്ടിൽ കിടന്നുറങ്ങിയിട്ടില്ല, സ്വപ്നങ്ങളകത്തുണ്ട്. ദൈവവേലയ്ക്ക് വേണ്ടി പോയാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും നല്ല വസ്ത്രം ധരിക്കാൻ പോലും ഒക്കുമെന്ന് മനസ്സിൽ അന്നത്തെ കാലത്ത് തോന്നലില്ല. അതുകൊണ്ട് ഭയമായിരുന്നു. ഞാൻ ദൈവത്തോട് രഹസ്യത്തിൽ പറയുമായിരുന്നു, എന്നെ വിളിക്കരുത്, എനിക്ക് കിട്ടുന്ന നന്മയെന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ ദൈവവേലക്കാർക്ക് കൊടുത്തോളാം. അങ്ങനെ ഞങ്ങളുടെ വീട് വാങ്ങി, അവിടേക്ക് താമസം തുടങ്ങി. പക്ഷെ ഒരു കയറി താമസം പോലും, ഒരു പ്രാർത്ഥന വെക്കാൻ പോലും ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല, പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട്. ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ താമസം തുടങ്ങി. കുറെ നാളുകൾക്ക് ശേഷം ഒരു ഉപവാസ പ്രാർത്ഥന വെച്ച് ദൈവമക്കളെയും കൂടി വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുത്ത് ഒരു ഹൗസ് വാമിംഗ്, ഒരു സമർപ്പണ പ്രാർത്ഥന പോലെ നടത്താൻ തീരുമാനിച്ചു. അന്ന് ഹൈറേഞ്ചിലുള്ള ഒരു കർത്തൃദാസൻ പ്രവാചകനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വിളിച്ചു. അദ്ദേഹം വന്നു. വീട് നിറച്ച ആളുകൾ, തറയിലിരിക്കുക എല്ലാവരും. അയാളും എഴുന്നേറ്റ് ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ അടുക്ക് വന്ന് തലയെ കൈവച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ പ്രാർത്ഥന ഇവിടെ വെച്ചത് ഈ വീടിന്റെ സമർപ്പണത്തിനല്ല, നിന്റെ സമർപ്പണത്തിന്. എന്നെ ദൈവം അയച്ചത് നിന്നെ ദൈവത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കാനാണ്. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പിടി വീഴുവാണെന്നൊരു തോന്നൽ കൊണ്ട് ഞാൻ വല്ലാതെ കരഞ്ഞുപോയി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഈ കൊച്ചനാരാണ്? അപ്പൊ അടുത്തിരുന്നവർ പറഞ്ഞു, ഈ വീട്ടിലെ തന്നെയാ. അന്നേരം എന്നെ പിടിവിട്ടിട്ട് പറഞ്ഞു, എന്നാ ഞാൻ എന്നെ പിന്നെ കണ്ടോളാം. അന്നത്തെ പ്രവാചകന്മാരല്ലേ, കർശനക്കാരാണ്. പിന്നെ കണ്ടോളാം. അദ്ദേഹം എന്നെ വിട്ടു, പ്രസംഗിച്ചു. ഉച്ചയ്ക്ക് ആഹാരത്തിന് ശേഷം അദ്ദേഹം എന്നെ അകത്ത് വിളിച്ചു. എന്നോട് പറഞ്ഞു, ദൈവം നിന്നെ വേലക്കിറക്കുക. ഞാൻ മിണ്ടാതെ, ഇന്നത്തെ ദൈവദാസന്മാരുടെ ഒന്നും മിണ്ടാനും പറയാനും പോലും പേടിയാ. എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുക. അത് ദൈവദൂത് പറയാൻ തുടങ്ങി. എന്നെ കൊണ്ടുവന്ന വഴികൾ, എന്റെ പ്രാർത്ഥനാ വാചകങ്ങൾ പോലും പ്രവചനമായി പറയാൻ തുടങ്ങി. കർത്താവിനോട് അന്നും ഇന്നും അസാധാരണമായ സ്നേഹമുണ്ട്. കാരണം അന്ന് കർത്താവ് അതൊക്കെ ചെയ്തില്ലാതെ ഞങ്ങൾ ഭൂമിയുടെ മുഖത്ത് കാണില്ലായിരുന്നു. രക്ഷിച്ചിത്രത്തോളം കൊണ്ടുവന്നു. പക്ഷെ ഞാൻ ഒരു വാക്ക് ആ കർത്തൃദാസനോട് തേങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഓലപ്പുരയില കടന്നത്, ഈ വീട് വാങ്ങിച്ചിട്ട് എത്ര ദിവസമായുള്ളൂ. ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 1 കൊല്ലം നനയാത്ത പ്രൈവസി ഉള്ള, ഓരോരുത്തർക്കും ഓരോ മുറിയുള്ള വീട് എന്നൊക്കെ പറഞ്ഞത് ഒരു സ്വപ്നമല്ലേ. ഞാനൊരു മുറി കിടന്നുറങ്ങിയിട്ടില്ല. അപ്പനും അമ്മയും എല്ലാവരും കൂടി ഒരു വലിയ, ഞാൻ പറഞ്ഞല്ലോ, രാനവായം വരാന്ന് പറഞ്ഞു കേൾക്കുന്നത്, അതിനകത്ത് കിടന്നുറങ്ങിയത്. 1 കൊല്ലം ഞാൻ ഈ വീട്ടിൽ താമസിച്ചിട്ട് ദൈവവേലക്കിറങ്ങാം എന്ന് പറഞ്ഞു തീരുകയും അദ്ദേഹം കരുണയില്ലാത്ത വാക്കുകൾ പോലെ ആത്മാവിൽ പറയുകയാണ്, 1 കൊല്ലം പോയി 1 ദിവസം പോലും നിന്നെ നിർത്താൻ ദൈവത്തിന് താല്പര്യമില്ല. നീ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. വലിയ കമ്പ്രാക്കന്മാരുടെ മുമ്പിൽ അടിയാളം നിൽക്കുന്നത് പോലെ ഞാൻ കൈകൂപ്പി കരഞ്ഞു നിന്നു.
കാരണം ഇനി പറഞ്ഞിട്ട് രക്ഷ. ആ സ്ഥിതിയിൽ ദൈവമായ കർത്താവിന്റെ കൃപയിൽ സമർപ്പിച്ചു. അദ്ദേഹം തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി പോകണമെന്ന് പറഞ്ഞു. എൻ്റെ അപ്പൻ ഞങ്ങളുടെ ലോക്കൽ പാസ്റ്ററോട് പറഞ്ഞു, ഷാജിയെ ഏതെങ്കിലും ദൈവത്തിന് പഠനത്തിന് വേണ്ടി കൊണ്ടാക്കണം. ഞാൻ അന്നേരം മനസ്സിൽ ഒരു ചെറിയ തന്ത്രം മെനഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ 1-2 ബൈബിൾ സ്കൂളുണ്ട്. അവിടെ പോവുകയാണെങ്കിൽ എനിക്ക് ഈ വീക്കെൻഡിലൊക്കെ ഈ ബിസിനസ് തുടരാം, ചില കാര്യങ്ങൾ നടക്കാം എന്നുള്ള ചിന്തയ്ക്കകത്ത്. അപ്പൊ ഞാൻ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്ററുടെ അടുക്ക ചെന്നിട്ട് ഞങ്ങളുടെ പാസ്റ്ററുമായിട്ട് ഞാൻ സംസാരിച്ചു. പാസ്റ്റർക്ക് ഭയങ്കര സന്തോഷം. പാസ്റ്റർ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡിനകത്ത് ലെറ്റർ എഴുതാൻ പോവാ. ഞാൻ ഞങ്ങളുടെ പാസ്റ്ററോട് പറഞ്ഞു, ദൂരെ ഒന്നും വിടരുത്, ഇവിടെ അടുത്തെവിടെയെങ്കിലും ബൈബിൾ കോളേജിനോട് ഇടാം. അപ്പൊ അദ്ദേഹം സെൻട്രൽ പാസ്റ്ററോട്, അപ്പൊ അദ്ദേഹം പറയുന്നു, നോ, ഷാജി ദൈവവചനം പഠിക്കാൻ പോവുകയാണെങ്കിൽ കുമ്പനാട്ട് ബൈബിൾ കോളേജിൽ മാത്രമേ പോകാൻ പറ്റൂ. ഞാൻ പറഞ്ഞു, കുമ്പനാട്ടൊന്നും പോവാന്ന് പറഞ്ഞ ഒത്തിരി ദൂരം. എന്നോട് ചോദിച്ചു, ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുമല്ലേ? അതെ. എന്നാ പിന്നെ വേറൊന്നും വിചാരിക്കണ്ട, അദ്ദേഹം എഴുതി കഴിഞ്ഞു. നമുക്കൊന്നും അങ്ങോട്ട് പറയാനുള്ള സൗകര്യം പോലും തരാതെ എഴുതി. അത് വാങ്ങിച്ചോണ്ട് അടുത്ത ദിവസം കുമ്പനാട്ടേക്ക് എന്റെ പാസ്റ്ററിനെ കൊണ്ടുവരുവാ. അവിടെ വന്നു. അഡ്മിഷൻ അവിടെ കഴിഞ്ഞിരുന്നു എങ്കിലും ഈ ദൈവദാസന്റെ റെക്കമെൻഡ് ലെറ്റർ കാരണം എനിക്ക് അഡ്മിഷൻ കിട്ടി. പെട്ടെന്ന് നോക്കി നിൽക്കുമ്പോൾ വീട് വിട്ടിറങ്ങി. കരഞ്ഞുകൊണ്ട് ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോകുന്നു. എല്ലാം വിട്ട് കുമ്പനാട്ട് പഠിച്ചു. ഇനി ഞാൻ ചുരുക്കി പറയാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ദൈവം എന്നെ വീണ്ടും കരുതാൻ തുടങ്ങി. എനിക്ക് അവിടെയുള്ള കർത്തദാസന്മാരുടെ കൂടെയൊക്കെ സഹകരിക്കാൻ പറ്റി. എന്നെ അവരങ്ങനെ കാണാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. എന്നെ അന്നത്തെ കർത്തദാസൻ മാസ്റ്റർ TS എബ്രഹാം, അദ്ദേഹം ജീവിച്ചിരുന്ന കാലം, അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു, എല്ലാവരും ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തു പോയപ്പോൾ ഞാൻ കുറച്ചു നാൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാം. അതിന്റെ ജീവിതത്തിന്റെ ഭയങ്കര വഴിത്തിരിവായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ ചോദിച്ചു, എന്നോട് എല്ലാവരും പോന്നു, ഗ്രാജുവേഷൻ കഴിഞ്ഞു, എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്താ വേണം. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, നീ ഇപ്പൊ ചാടിങ് വന്നിട്ടും കഥയില്ലല്ലോ, അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നു. ഇല്ലെങ്കിൽ ഞാനൊരു പക്ഷേ ദൈവത്തിന്റെ നിശ്ചയങ്ങൾ നടക്കും, ഈ പ്രദേശത്ത് നിൽക്കാൻ അവസരം ഒരുക്കി. ശുശ്രൂഷകളിലേക്ക് ദൈവമായ കർത്താവ് എന്നെ നയിക്കാൻ തുടങ്ങി. ഞാൻ അവിടെ എന്താണ് എൻ്റെ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞ ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഭാരം തോന്നി. കരുതലുകളൊക്കെ ദൈവത്തിന്റെ ഉണ്ടെങ്കിലും ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഒന്നുമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്തൃദാസന്മാർ വിദേശത്തേക്ക് പോകുമ്പോൾ സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്ന് ലീവ് എടുത്ത് പോകുന്ന സമയത്ത് എന്നെ പകരക്കാരനായി പത്തനംതിട്ട ജില്ലയിലെ പല സ്ഥലങ്ങളിലും പാസ്റ്ററായിട്ട് സഭായോഗം നടത്താൻ വിടാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ വിവാഹിതനാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കാരണം സഭാ ശുശ്രൂഷയിലും ഹൗസ് വിസിറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. അങ്ങനെയുള്ള നല്ല ഉപദേശങ്ങൾ കിട്ടിയത് കൊണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു. വിവാഹം ആലോചിച്ചു. ഞാൻ കല്യാണം കഴിച്ചു. എൻ്റെ സഹധർമ്മിണി സുജ, ചെങ്ങന്നൂരാണ് സ്ഥലം. വിവാഹം കഴിച്ചപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെണ്ണിക്കുളത്തേക്ക് വരാനുള്ള മുഖാന്തരം ദൈവമായ കർത്താവ് എനിക്ക് അവസരമായി തന്നു. വെണ്ണിക്കുളത്തിനടുത്തുള്ളൊരു പ്രദേശത്ത് ഞാൻ ഒരു പൈനിയർ വർക്ക് ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭയോട് ചേർന്ന് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തു. അതിന് മുഖാന്തരങ്ങൾ മറ്റു ചിലരുണ്ടായി. അവരെയൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അവിടെ ഏകദേശം 2.5 വർഷം പ്രവർത്തിച്ചു. എൻ്റെ കഴിവുകൊണ്ടല്ല, എന്നെ വളർത്താൻ ദൈവം ഉപയോഗിച്ച് പലരും അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ സഹകരിച്ചതുകൊണ്ട് 10-55 പേര് രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഒരു സഭയുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് വെണ്ണിക്കുളം ടൗണിലേക്ക് വരാൻ ദൈവം അവസരം ഒരുക്കിയത്. 2000 ടൗണിലേക്ക് വന്നു. ഒരു ആസ്പത്രി കെട്ടിടത്തിന്റെ മുകളിൽ എനിക്കൊരു സൗകര്യം തന്നു. അവിടെ പ്രാർത്ഥന ആരംഭിച്ചു. ഉപവാസങ്ങളും പ്രാർത്ഥനകളും തുടർന്നു. ദൈവകൃപയാൽ ഇപ്പോൾ 25 വർഷമായി അനുഗ്രഹീതമായ നിലവാരത്തിന് ശുശ്രൂഷയിൽ തുടരാൻ, സഭാ ശുശ്രൂഷകനായിരിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഇതിനിടയിൽ ഉപവാസങ്ങളിൽ ദൈവത്തിന്റെ കൃപകൾ എനിക്ക് തന്നു. ദൈവം ആളുകൾക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടു പോയി ശുശ്രൂഷിക്കാൻ അവസരങ്ങളെ തന്നു. കൊറോണ കാലം വന്നു. ആ സമയം വരെ ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമായിരുന്നു സഭാപരിപാലനമായിട്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പൗർവിഷനിലേക്ക് ദൈവമായ കർത്താവ് എനിക്ക് അവസരം. അതിനു മുമ്പ് ഞാൻ പൗർവിഷനിൽ വചനസ്ഫോടനം എന്നൊരു അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷയിൽ 10-15 വർഷത്തോടെ എനിക്ക് കിട്ടിയ അവസരങ്ങളാണ്. കൊറോണ കാലം വന്നപ്പോൾ ദൈവമായ കർത്താവ് പൗർവിഷൻ TV-യിലൂടെ ഇന്ന് നിങ്ങൾ പലരും അറിയുന്ന നിലവാരത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് വരാൻ വേണ്ടി ദൈവമായ കർത്താവ് അവസരം ഒരുക്കി.
അതെന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. കർത്താവിന്റെ കൃപയാൽ ഇന്ന് ഞാൻ വെണ്ണിക്കുളത്തെ സഭയുടെ ശുശ്രൂഷനായിരിക്കുമ്പോൾ തന്നെ ദൈവം അനുവദിക്കുന്നിടത്തെല്ലാം ശുശ്രൂഷയ്ക്കായി കടന്നു പോവുകയും എൻ്റെ കുടുംബത്തോട് ചേർന്ന് കർത്താവിന്റെ സന്നിധാനത്തിൽ ദൈവവേലയിലായിരിക്കുന്ന എനിക്ക് മാതാപിതാക്കളുണ്ട്, അവർ ഞങ്ങളുടെ കൂടെയുണ്ട്. എൻ്റെ സഹോദരൻ കർത്തൃവേലയിലാണ്. ആ ഒരു നിലവാരത്തിൽ ഇത്രത്തോളം ആയിരിപ്പം കർത്താവ് ഇടയാക്കി. ഒരുപാട് അത്ഭുതങ്ങൾ ശുശ്രൂഷ ജീവിതത്തിൽ ദൈവമായ കർത്താവ് എനിക്ക് തന്നു. ഞാൻ അതിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലെ ഇനിയും എപ്പിസോഡുകൾ തന്നെ വേണ്ടി വരും ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുക. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നല്ലവനാണ്, വിശ്വസ്തനാണ്. ദൈവവിളിയെ പരമാർത്ഥതയോടെ ഏറ്റെടുത്താൽ ഒരു കാലത്തും ദൈവം കൈവിടിയാണ്. ഞാൻ വസ്ത്രത്തിന് ഒരു വെള്ള ഷർട്ട് കൊണ്ട് ഞാൻ 3 കൊല്ലം ഇവിടെ വന്നതിന് ശേഷം ബുദ്ധിമുട്ടി പോയിട്ടുണ്ട്. ഇന്ന് ഞാൻ 5 വർഷമോ മറ്റോ ഞാൻ എന്റെ പണം മുടക്കിയ ഷർട്ട് വാങ്ങിച്ചിട്ട്. എല്ലാ കഷ്ടങ്ങളും പ്രയാസങ്ങളും പരിശോധനകളും ഉണ്ട്. പക്ഷെ ഇത് കഴിയുമ്പോൾ കരുതുന്ന ദൈവത്തിന്റെ കരുതൽ കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന ഇന്ന് എൻ്റെ ഈ ചെറിയ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വിളിയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും താമസിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ നിങ്ങൾ നേരിടുന്നെങ്കിൽ ഇന്നും ദൈവിക ശുശ്രൂഷകളിലൂടെ വിടുതലുകളും സൗഖ്യവും നടക്കും. ഞങ്ങളത് അനുഭവിക്കുന്നു, ഞങ്ങളത് ആളുകളിലേക്ക് പകരുന്നു. അതുകൊണ്ട് കർത്താവിന്റെ കൃപയാൽ ദൈവത്തിന് വേണ്ടി ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി മറ്റുള്ളവരെ കൂടി അതിനായിട്ട് ഒരുക്കി മുന്നോട്ട് പോകാൻ എന്നെ കേട്ട നിങ്ങൾക്കിടയാകട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ആരോമ TV ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ഇതിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്തൃദാസനോടും സഹപ്രവർത്തകരോടും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞു. എന്നെ കേട്ട എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം എന്നെ കേൾക്കാൻ താല്പര്യം കാണിച്ച എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ പഴയ കാലം പോലെ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് ഓർക്കുന്ന ഏതെങ്കിലും യൗവനക്കാരുണ്ടെങ്കിൽ എന്നെ രക്ഷിച്ച ദൈവമേ, അവരെ കൂടി ഓർക്കണേ കർത്താവേ. കുടുംബത്തിനകത്ത് നിരാശ താണ്ഡവമാടി പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എൻ്റെ അപ്പ കുടുംബ സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവവേലയ്ക്ക് വിളിയുണ്ടായിട്ടും എന്തൊക്കെയോ ഭയപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ സഹായിച്ച ദൈവമേ, അങ്ങ് അവരെ കൈപിടിച്ച് നടത്തണമേ. ആത്മാക്കളെ നേടാൻ വളരെ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും സുവിശേഷകർ എന്നെ കേൾക്കുന്നെങ്കിൽ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും വിശ്വസ്തരായിരിക്കാൻ കൃപ തരണമേ. ഈ മീഡിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയിരങ്ങളെ അനുഗ്രഹീതരാക്കാൻ ആരോമ TVക്ക് കഴിയണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസ് പാസ്റ്റർ ഷാജി എം പോൾ അവറുകൾ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവൃത്തിന്റെ ജീവിതാനുഭവങ്ങൾ, ബാല്യകാലം മുന്നോട്ടുള്ള നല്ല ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ ഇന്ന് ആയിരിക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം കൊണ്ടുവന്നതായ ആ പാതകളിലൂടെ തിരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ അത് എത്ര അത്ഭുതകരമായുള്ള അനുഭവമായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ചിന്തയിലൂടെ കടന്നു വന്നപ്പോൾ ഒരു തീച്ചൂളയില് ഒരു ഇരുമ്പ് ഇട്ടാൽ ആ ഇടുന്ന അനുഭവത്തിൽ കിടക്കുന്നുവെങ്കിൽ ആ ഇരുമ്പിനെ ഒരിക്കലും രൂപപ്പെടുത്തി മൂർച്ചയുള്ള ഒരായുധമാക്കി മാറ്റുവാൻ കഴിയുകയില്ല. എന്നാൽ ആ കത്തുന്ന തീയുടെ നിറമായ ഇരുമ്പ് മാറുമ്പോൾ ആ ഇട്ട ഉടമസ്ഥൻ അതിനെ എടുത്ത് വേണ്ടതുപോലെ അതിനെ പരുവം വരുത്തി അതിനെ മൂർച്ചയുള്ള ഒരായുധമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. എങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അത് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഒരുപക്ഷെങ്കിൽ ജനിച്ച് വളർന്നു വന്ന ആ ജീവിത പശ്ചാത്തലത്തിൽ അതേ അവസ്ഥയിൽ തുടർന്നിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ഒരു വ്യക്തി ഉണ്ടാകുമായിരുന്നോ എന്ന് തന്നെ സംശയം തോന്നുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നത് കൊണ്ട് ദൈവം വേണ്ടതുപോലെ ആ തീച്ചുള്ളയുടെ അനുഭവങ്ങളിലൂടെ കയറ്റി ഇറക്കി ഇന്ന് മൂർച്ചയുള്ള അനുഗ്രഹിക്കപ്പെട്ട അനേക പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തുന്ന, ഒരുക്കിയെടുക്കുന്ന
ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കർത്തൃഭൃത്യനെ ദൈവം ആമേൻ തിരഞ്ഞെടുത്ത പദ്ധതികൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എത്ര വിശ്വസ്തനാണ്. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കുകയില്ല എന്ന് മാത്രമാണ് നമ്മെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ വേണ്ടി ഇതുപോലുള്ള ചില അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയി മതിയാവുകയുള്ളൂ എന്ന് ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങൾ പ്രിയപ്പെട്ടവർക്ക് പറയുവാനുണ്ട്. എനിക്കറിയാം, കർത്താവിന്റെ ദാസൻ വളരെ പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഇപ്പോൾ പങ്കുവയ്ക്കുവാനിടയായി തീർന്ന്. എന്നാൽ ഇന്ന് ക്രൈസ്തവ ലോകത്തിന് മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകമെങ്ങും 24 മണിക്കൂറും വിവിധ നിലകളിലൂടെ കർത്തൃഭൃത്യന്റെ ജീവിതാനുഭവങ്ങള്, ആത്മീയ ശുശ്രൂഷകള് ജനഹൃദയങ്ങളിൽ ആശ്വാസം പകർന്നുകൊണ്ടിരിക്കുന്നു. അനേക പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാനും ഒരുക്കിയെടുക്കുവാനും ദൈവദാസന്റെ വചന ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ സമയങ്ങളിൽ, അത് വോയിസ് മെസ്സേജ് ആയിട്ടും വീഡിയോ വിഷ്വലിലൂടെയും ഒക്കെ അത് ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയ്ക്ക് മുൻനിരയിൽ നിന്നുകൊണ്ട് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ദൈവവൃത്തിനെ പിന്നെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, ശക്തമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ തിരക്കുകൾ ഉണ്ടായിട്ടും സമയം വേർതിരിച്ച് അരോമ TV ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ കടന്നു വന്നതിന് കർത്താവിന്റെ ദാസനോടതായ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലും വലിയ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.